Okay friends, video number 3 നമ്മുടെ മഹാ മാരത്തോണിന്റെ തേർഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡാണ്. സോ ഈ ഒരു ഹെഡിൽ നിങ്ങൾ ബേസിക്കലി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വാട്ട് യു നീഡ് ടു ഡു ഇസ് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ദാറ്റ് ഹസ് ബീൻ ടെസ്റ്റഡ് ഇൻ ദ എക്സാമിനേഷൻ. ഏത് ടൈപ്പ് ഹൗസ് പ്രോപ്പർട്ടിയാണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു ഐഡന്റിഫിക്കേഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ ആ ഒരു റെസ്പെക്റ്റീവ് ഹെഡിലെ ഇൻകം എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഡു, എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഏത് തരം ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായി ശരിക്കും നമുക്ക് 6 ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയും, നമ്പർ 1. 2 ഡീംഡ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയും, ദാറ്റ് ഇസ് നമ്പർ 2. ദെൻ 3 ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയും, ദാറ്റ് ഇസ് നമ്പർ 3. 4 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ ആൻഡ് സെൽഫ് ഒക്കുപ്പൈഡ് ഫോർ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ എന്ന് പറയും. ദെൻ 5 ടൈപ്പ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി വെയർ എ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ സെൽഫ് ഒക്കുപ്പൈഡ് എന്ന് പറയും. ദെൻ 6 ടൈപ്പ്, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് എ സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പൊ ഇത് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ ആണോ എക്സാമിന്, അതനുസരിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടേഷനും അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്ത് ആ റെസ്പെക്റ്റീവ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്വിക്ക് ആയിട്ട് ഓരോരോ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സോ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി നമ്പർ 1, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. എന്താണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. വാടകയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടിയെ നമ്മൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയും. അങ്ങനെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ് ക്വസ്റ്റ്യനിലെ പ്രോപ്പർട്ടി എങ്കിൽ അത് നിങ്ങൾ ആദ്യം ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്രം ദ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പ്രോപ്പർട്ടി എന്താണ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം? ക്വസ്റ്റ്യൻ നിന്ന് ആദ്യം ആ പ്രോപ്പർട്ടിയുടെ ഫെയർ റെന്റ് കമ്പ്യൂട്ട് ചെയ്യണം. എന്താ ഫെയർ റെന്റ്? അതുപോലെ ഒരു പ്രോപ്പർട്ടിക്ക് ആ നാട്ടിൽ എത്ര റെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ദാറ്റ് ഇസ് സെഡ് ടു ബി വാട്ട്? ഫെയർ റെന്റ്. ആ ഫെയർ റെന്റും ആ പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ, ആനുവൽ വാല്യൂസ് ആണ് ഇത് രണ്ടും. ഒരു വർഷത്തെ ആ പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂവും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തരും. മുനിസിപ്പൽ ടാക്സസ് ലെവി ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടിക്ക് എല്ലാ വർഷവും ഒരു ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. ഈ ആനുവൽ വാല്യൂനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മുനിസിപ്പൽ വാല്യൂ. അതായത് നമ്മുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രോപ്പർട്ടി ടാക്സസ് ലെവി ചെയ്യാനായിട്ട് എല്ലാ പ്രോപ്പർട്ടിക്കും ഒരു ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. ഒരു വർഷം വാർഷിക വില എന്ന് നമ്മൾ പറയും. ഈ ആനുവൽ വാല്യൂന്റെ ഒരു പെർസെന്റേജ് ആയിട്ടാണ് ഇപ്പോഴും മുനിസിപ്പൽ ടാക്സസ് വരിക. സോ ആ ഒരു ആനുവൽ വാല്യൂവും എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ തരും. അത് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഫെയർ റെന്റ്, അതുപോലെ ഒരു പ്രോപ്പർട്ടിക്ക് നാട്ടിൽ എത്ര റെന്റ് കിട്ടുമോ ദാറ്റ് ഇസ് സെഡ് ടു ബി ദ ഫെയർ റെന്റ്. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതെടുക്കുക? ഹയർ എടുക്കുക. അതോടുകൂടി കഴിഞ്ഞോ? ഇല്ല. ആ ഹയറും നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്യുക. ഒരു വർഷത്തെ സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്തിട്ട് ഏതെടുക്കുക? ലോവർ എടുക്കുക. എന്താ സ്റ്റാൻഡേർഡ് റെന്റ്? ഇന്ത്യയിൽ റെന്റ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതൊരു പ്രോപ്പർട്ടിയുടെ മോഡിൽ എക്സസീവ് റെന്റ്, അമിത റെന്റ് ലെവി ചെയ്യാതിരിക്കാനായിട്ട് ആ റെന്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ദർ ഇസ് ആൻ ആക്ട് കോൾഡ് റെന്റ് കൺട്രോൾ ആക്ട് ഇൻ ഇന്ത്യ. അപ്പൊ ഈ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം എല്ലാ പ്രോപ്പർട്ടികളും ഒരു ആനുവൽ വാല്യൂ അവർ പറയുന്നുണ്ട്, ഒരു ആനുവൽ റെന്റ് പോസിബിലിറ്റി. ഇത്രയാണ് ഒരു പ്രോപ്പർട്ടിക്ക് ഒരു വർഷം കിട്ടാൻ സാധ്യതയുള്ള റെന്റ്, അല്ലെങ്കിൽ ഇത്രയാണ് റെന്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റാൻഡേർഡ് റെന്റ് നമ്മൾ പറയും. ഈ സ്റ്റാൻഡേർഡ് റെന്റും എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ തരും. ഇതൊന്നും നിങ്ങൾ റെന്റ് കൺട്രോൾ ആക്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സ്റ്റാൻഡേർഡ് റെന്റും ക്വസ്റ്റ്യനിൽ തരും. ആ സ്റ്റാൻഡേർഡ് റെന്റ് കമ്പയർ ചെയ്തിട്ട് അത് ലോവർ എടുക്കുക. അപ്പൊ ആദ്യം ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂം കമ്പയർ ചെയ്ത് ഹയർ എടുക്കുക. ആ ഹയറും സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ലോവർ എടുക്കുക. ഈ ലോവറിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പെക്ടഡ് റെന്റ് എന്നാണ് വിളിക്കുക. ഈ ലോവർ ഫിഗറിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്ന പേരെന്താണ് ഫ്രണ്ട്സ്? എക്സ്പെക്ടഡ് റെന്റ്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റെന്റ് എന്ന് പറയുന്നത് അതാണ്. ആ എക്സ്പെക്ടഡ് റെന്റും എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? ആക്ച്വൽ റെന്റ്. നിങ്ങൾ ശരിക്കും വാടകയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടി ആണല്ലോ, അപ്പൊ നിങ്ങൾക്ക് വാടക കിട്ടി കാണുമല്ലോ. ആ വാടകയും എക്സ്പെക്ടഡ് റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏതെടുക്കുക? ഹയർ എടുക്കുക. സോ ഞാൻ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഫെയർ റെന്റും ദെൻ മുനിസിപ്പൽ വാല്യൂം കൂടെ കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ആ ഹയറും സ്റ്റാൻഡേർഡ് റെന്റോടെ കമ്പയർ ചെയ്യുക, ലോവർ എടുക്കുക. ഈ ലോവറെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പെക്ടഡ് റെന്റ്. ഈ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏതെടുക്കുക? ഹയർ എടുക്കുക. ഈ ഹയർ ആണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടി
ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് ടാക്സ് ചെയ്യേണ്ട ആനുവൽ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പയർ ചെയ്യേണ്ട ഫെയർ റെന്റ് സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്ത് വെച്ച് അവർ ഹയർ എടുക്കുക. എന്നിട്ട് ആ ഹയർ ഫിഗറും നിങ്ങൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യുക? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ലോവർ എടുക്കുക. ആ സ്റ്റാൻഡേർഡ് റെന്റും ആയിട്ട് കമ്പയർ ചെയ്ത് ലോവർ വരുന്ന ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പെക്ടഡ് റെന്റ്. ആ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതെടുക്കുക? ഹയർ എടുക്കാനാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതായിരിക്കും നിങ്ങളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി ഇവിടെ ഒരു നോട്ട് ഉണ്ട്, അവർ പറയുന്നത് എന്താണ്? ഇഫ് ദ ആക്ച്വൽ റെന്റ് ഇസ് ലെസ്, നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ഹയർ ആണല്ലോ എടുക്കണ്ടേ. അപ്പൊ ആക്ച്വൽ റെന്റ് കുറവ് വരാൻ കാരണം ഇഫ് ഇറ്റ് ഇസ് ഡ്യൂ ടു വേക്കൻസി. ഒരു വർഷം നിങ്ങൾ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു, പക്ഷെ നിങ്ങളുടെ വാടകക്കാരൻ പകുതി കിട്ടുപോയി എന്ന് വിചാരിക്കുക. ആ പ്രോപ്പർട്ടിയിൽ പുതിയ വാടകക്കാരനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പ്രോപ്പർട്ടി നിങ്ങൾ വേക്കന്റ് ആയിട്ട് ഇട്ടേക്കാണ്. സോ യു ആർ എക്സ്പെക്ടിങ് എ ന്യൂ ടെനന്റ്, പക്ഷെ ആരും വന്നില്ല. ആ പ്രോപ്പർട്ടി അതുകൊണ്ട് അങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഈ വേക്കൻസി ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ആക്ച്വൽ റെന്റ് കുറവും എക്സ്പെക്ടഡ് റെന്റ് ഹൈയുമെന്നാണ് എന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ ആക്ച്വൽ റെന്റ് തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? നിങ്ങൾക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ശ്രദ്ധിച്ചേ, ഇഫ് ആക്ച്വൽ റെന്റ് ഇസ് ലെസ് compared to the expected rent due to vacancy, then gross annual value shall be the actual rent. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂം കമ്പയർ ചെയ്ത് ഹയർ എടുക്കുക, ഹയറും സ്റ്റാൻഡേർഡ് റെന്റും കമ്പയർ ചെയ്ത് ലോവർ എടുക്കുക. ആ ലോവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പെക്ടഡ് റെന്റ്. എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കമ്പയർ ചെയ്തിട്ട് സാധാരണഗതിയിൽ ഹയർ ആണ് എടുക്കേണ്ടത്. പക്ഷേ ആക്ച്വൽ റെന്റ് കുറയാനുള്ള കാരണം വേക്കൻസി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെടുക്കാം? ആ കുറഞ്ഞ ആക്ച്വൽ റെന്റ് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി കഴിഞ്ഞോ? ഇല്ല. ഈ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് മുനിസിപ്പൽ ടാക്സസ് ആക്ച്വലി പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ നമുക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് ലെറ്റ് ഔട്ട് ചെയ്ത പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സസ് അടച്ചിട്ടുണ്ടാവും. അതായത് മുനിസിപ്പൽ ടാക്സസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി ടാക്സ്, വാട്ടർ ടാക്സ്, സിവറേജ് ടാക്സ്, പലതരം ടാക്സുകളുണ്ട്. ഇതെല്ലാം മുനിസിപ്പൽ ടാക്സസ് ആണ്. നമ്മൾ പ്രോപ്പർട്ടി ബിൽഡിംഗ് ടാക്സ്, സിവറേജ് ടാക്സ്, വാട്ടർ ടാക്സ് എന്നൊക്കെ പറഞ്ഞ് മുനിസിപ്പാലിറ്റി കിടക്കുന്ന ഈ 3 ടാക്സുകൾ നിങ്ങൾക്ക് ആ റെസ്പെക്റ്റീവ് ഇയറിൽ എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷേ പേബിൾ എൻട്രി ഇട്ട് അല്ലെങ്കിൽ ഒരു പേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡിഡക്ഷൻ കിട്ടില്ല. നിങ്ങൾ ആക്ച്വൽ പേയ്മെന്റ് ശരിക്കും ചെയ്യണം. അപ്പോൾ ഇൻക്ലൂഡ്സ് പ്രോപ്പർട്ടി ടാക്സസ്, സിവറേജ് ടാക്സസ് എക്സെട്ര. മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്ന പ്രോപ്പർട്ടി ടാക്സും സിവറേജ് ടാക്സും ഒക്കെ നിങ്ങൾക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ എന്നൊരു ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ഓർക്കാനുണ്ട്, ഈ പേയ്മെന്റ് നിങ്ങൾ ആക്ച്വലി ചെയ്യണം. ചുമ്മാ പേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും എന്താണ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ആക്ച്വലി മേക്ക് ദ പേയ്മെന്റ്. പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പോൾ എക്സാമിന് 2023-24ലെയും 24-25ലെയും പ്രോപ്പർട്ടി ടാക്സസ് ഒറ്റയടിക്ക് 2024-25 പേ ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 2 വർഷത്തെ പ്രോപ്പർട്ടി ടാക്സസ് ഒറ്റയടിക്ക് പേ ചെയ്ത് 24-25 എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 23-24 നിങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സ് അടച്ചതിന് ഡിഡക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിന് ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം 23-24 ഇപ്പോഴാണ് പേ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 24-25 നിങ്ങൾ ഈ 2 വർഷത്തേക്കും കൂടെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ മൊത്തം ചെയ്ത പേയ്മെന്റ് നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് എന്ന് പറഞ്ഞ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് ഏത് വർഷത്തേക്കാണ് അല്ലെങ്കിൽ ഏത് വർഷത്തെ പേയ്മെന്റ് ആണ് ചെയ്യുന്നതെന്നുള്ളതല്ല, ഏത് വർഷം പേ ചെയ്തു എന്നതിനാണ് ഇവിടെ വെയിറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഏത് വർഷത്തെ ആണെങ്കിലും കുഴപ്പമില്ല, ഈ വർഷമാണ്, കഴിഞ്ഞ ഒരു 5 വർഷത്തെ മുനിസിപ്പൽ ടാക്സ് ഒറ്റയടിക്ക് ഈ വർഷമാണ് പേയ്മെന്റ് ചെയ്തതെങ്കിൽ ഈ വർഷം അതിന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ഏത് വർഷത്തേക്ക് വേണ്ടിയാണ് പേയ്മെന്റ് ചെയ്തത് എന്നൊരു ഫാക്ടർ അല്ല, ഏത് വർഷമാണ് പേയ്മെന്റ് ചെയ്തത് എത്ര എന്നതിന്റെ ബേസിസിലാണ് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യേണ്ടത്? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യേണ്ടത് മനസ്സിലാക്കുക. സോ മുനിസിപ്പൽ ടാക്സസ് ആക്ച്വൽ പേയ്മെന്റിന്റെ ബേസിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഈ നെറ്റ് ആനുവൽ വാല്യൂ എന്നുള്ള ടെക്നിക്കൽ ടേം, അതൊരു ടെക്നിക്കൽ ടേം ആണ് കേട്ടോ, നെറ്റ് ആനുവൽ വാല്യൂ. ഈ നെറ്റ് ആനുവൽ വാല്യൂവിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ക്ലെയിം ചെയ്യാം. ഇതൊരു ബ്ലൈൻഡ് ഡിഡക്ഷനാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ എത്രയാണോ അതിന് 30% നിങ്ങൾക്ക് ഓരോ വർഷവും എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അത് കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ആ പ്രോപ്പർട്ടി പണിയാനോ പർച്ചേസ് ചെയ്യാനോ ഒക്കെ വേണ്ടി നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്, റിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടി നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സീലിംഗ് ലിമിറ്റ് ഒന്നുമില്ല. ആ ലോണിന്റെ മൊത്തം ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ പ്രോപ്പർട്ടി പണിയാനോ കൺസ്ട്രക്ട് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ റിനോവേറ്റ് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റിന് യാതൊരു സീലിംഗ് ലിമിറ്റും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദർ ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി വരുമ്പോഴാണ് സീലിംഗ് ലിമിറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടികൾക്ക് എന്തില്ല? സീലിംഗ് ലിമിറ്റ് ആപ്ലിക്കബിൾ ആവില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്ലെയിം ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളത്, if there is pre-construction period interest
accumulated and claim it as a deduction in 5 equal annual installment from the year of completion onwards. അതായത് നിങ്ങൾക്ക് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്ത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആവുന്ന ഇയർ തൊട്ട് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റിഡക്ഷൻ ക്ലെയിം ചെയ്യുക. എന്താണ് ഈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഹൈലൈറ്റ്. നമുക്ക് നോക്കാം വാട്ട് ഇസ് ദിസ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ്. നോക്കൂ, സേ ഐ ടുക്ക് എ ലോൺ ഓൺ 1st April 2020. ഞാൻ 1st April 2020 ഒരു ലോൺ എടുത്തു. ഓക്കെ, ആൻഡ് കംപ്ലീഷൻ ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓൺ 10th June 2023. പ്രോപ്പർട്ടി കംപ്ലീറ്റഡ് ആയത് 10th June 2023. അപ്പൊ ഞാൻ ലോൺ എടുത്തത് ഏത് വർഷമാണ്? 2020-21 ഞാൻ ലോൺ എടുത്തത്. 2021 1st April ഞാൻ ലോൺ എടുത്തു. പ്രോപ്പർട്ടിയുടെ പണി തീർന്നെന്ന് എപ്പോഴാ? 10th June 2023 പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. അപ്പൊ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ ഫിനാൻഷ്യൽ ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ മറുപടി 2023-24 ഫിനാൻഷ്യൽ ഇയറിലാണ് പ്രോപ്പർട്ടിയുടെ പണി തീർന്നത്, അല്ലെ? 2023-24 ഫിനാൻഷ്യൽ ഇയറിന്റെ ഇടയിലാണ് പ്രോപ്പർട്ടിയുടെ പണി തീർന്നത്. അപ്പൊ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഏതാ എന്ന് ചോദിച്ചാൽ 20-21, 21-22, 22-23. അതായത് 1st April 2020 തുടങ്ങി 31 March 2023 വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. സോ 1st April 2020 to 31st March 2023 ഷാൽ ബി ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ഈ കംപ്ലീഷൻ 10 June 2023 അല്ലേ? അപ്പൊ 23-24 തൊട്ട് പോസ്റ്റ് കംപ്ലീഷൻ ആണ്. നിങ്ങളുടെ കംപ്ലീഷൻ, ആ കംപ്ലീഷൻ നടക്കുന്ന ഇയർ കൂടെ കൂട്ടി പോസ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ. കംപ്ലീഷൻ നടക്കുന്ന ഇയറിന്റെ തൊട്ട് മുന്നിലത്തെ ഇയർ വരെ ആയിരിക്കും നിങ്ങളുടെ എന്തായി മാറുന്നത്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയി മാറുന്നത്. ഇനി കേട്ടെ, 1st April 2021 തൊട്ടിട്ട് 1st April 2020 നിങ്ങൾ ലോൺ എടുത്തു. അപ്പോൾ 20-21 നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 21-22 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 22-23 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഹൗസ് പ്രോപ്പർട്ടി നിലവിൽ വന്നിട്ടില്ലല്ലോ. പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയാലല്ലേ ഹൗസ് പ്രോപ്പർട്ടി നിലവിൽ വരുള്ളൂ. ഹൗസ് പ്രോപ്പർട്ടി നിലവിൽ വന്നാലല്ലേ ഈ ഹെഡ് ആക്റ്റീവ് ആവുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റിന് മുഴുവൻ നിങ്ങൾ ആഡ് ചെയ്യണം. 3 വർഷത്തെ ഓരോ ലക്ഷം രൂപ വീതമുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി 3 lakhs. 1 lakh into 3 years, it will be 3 lakh. എന്നിട്ട് അതിനെ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യണം, റിഡക്ഷൻ ക്ലെയിം ചെയ്യണം. സോ ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 3 lakh by 5 എത്ര വരും? അപ്പോൾ 3 lakh by 5 എന്ന് പറയുമ്പോൾ 60,000 rupees ആണ് നമ്മുടെ 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റ് മുഴുവൻ അക്യുമുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ അതിനെ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റിഡക്ഷൻ ക്ലെയിം ചെയ്യുക. അതായത് 2023-24 23-24 കറണ്ട് ഇയർ ഇൻട്രസ്റ്റും അതുകൂടാതെ 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ 60,000. ഇത് രണ്ടും കൂടെ കൂട്ടി നിങ്ങൾക്ക് ഇപ്പോൾ 23-24 കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് 1 ലക്ഷമാണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് 1 ലക്ഷവും പ്രീ കൺസ്ട്രക്ഷൻ്റെ 60,000 രണ്ടും കൂടെ കൂട്ടി 1,60,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദിസ് ഇസ് വാട്ട് ദേ ആർ സെയിങ്. സോ ശ്രദ്ധിച്ച ഫ്രണ്ട്സ്, നിങ്ങൾ ഇഫ് ദർ ഇസ് എ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്, പ്രോപ്പർട്ടി കൺസ്ട്രക്ഷന് വേണ്ടി നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അക്യൂമുലേറ്റ്, സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അക്യൂമുലേറ്റഡ് ആൻഡ് ക്ലെയിം ഇറ്റ് ആസ് എ റിഡക്ഷൻ ഇൻ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഫ്രം ദ ഇയർ ഓഫ് കംപ്ലീഷൻ ഓൺവേർഡ്സ്. ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് അതിനെ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യുക, റിഡക്ഷൻ ക്ലെയിം ചെയ്യുക. ആ റിഡക്ഷനോട് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പൊ ഞാനൊന്ന് സമപ്പ് ചെയ്യാം. നിങ്ങൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ആദ്യം നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണ്ടേ? ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂ കമ്പയർ ചെയ്ത് ഹയർ എടുക്കുക. ആ ഹയറും സ്റ്റാൻഡേർഡ് റെന്റോടെ കമ്പയർ ചെയ്ത് ലോവർ എടുക്കുക. ആ ലോവർ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പെക്ടഡ് റെന്റ്. ആ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റോടെ കമ്പയർ ചെയ്തിട്ട് ഹയർ എടുക്കുക. ദാറ്റ് ഹയർ വിൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ. അവിടെ ഒരൊറ്റ എക്സെപ്ഷൻ പറയാം. ഈ ആക്ച്വൽ റെന്റ് കുറഞ്ഞിരിക്കാനുള്ള കാരണം വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ആ കുറഞ്ഞ ആക്ച്വൽ റെന്റ് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് നിങ്ങൾക്ക് ആ റെസ്പെക്റ്റീവ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് നിങ്ങൾക്ക് മുനിസിപ്പൽ ടാക്സസ് പേ ചെയ്ത് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ആ റെസ്പെക്റ്റീവ് ഇയറിൽ പേ ചെയ്ത മൊത്തം മുനിസിപ്പൽ ടാക്സിന് നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. ഏത് ഇയറിലെ മുനിസിപ്പൽ ടാക്സ് ആണ് അപ്പോൾ പേ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല. ആ മുനിസിപ്പൽ ടാക്സ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗർ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂടെ 30% നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ, ബ്ലൈൻഡ് റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതുകൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നിങ്ങൾക്ക് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ലോണിന് റിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ഒറ്റ കാര്യമുണ്ട്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ടെങ്കിൽ ആ പീരീഡിലെ ആ ഇൻട്രസ്റ്റ് മുഴുവൻ നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യണം. എന്നിട്ട് അക്യൂമുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റിന് നിങ്ങൾ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് നിങ്ങൾ റിഡക്ഷൻ ക്ലെയിം ചെയ്യണം. അപ്പോൾ ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് അടുത്ത 5 കൊല്ലത്തേക്ക് ഇയർ ഓഫ് കംപ്ലീഷനിലെ
ആ റെസ്പെക്റ്റീവ് ഇയറിലെ ഇൻട്രസ്റ്റും പ്ലസ് 1/5 ഓഫ് ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇതും കൂടെ കുറച്ചാൽ നിങ്ങൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇതല്ലാതെ വേറെ യാതൊരു എക്സ്പെൻസുകൾക്ക് നിങ്ങൾ ഒരിക്കലും ഈ ഹെഡിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്ത ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രീമിയത്തിന് ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. ആ ഹൗസ് പ്രോപ്പർട്ടിക്ക് റിപ്പയർ വന്നിട്ടുണ്ട്. ആ റിപ്പയർ ഇത് ചെയ്യാൻ വന്ന കോസ്റ്റ് ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. എല്ലാത്തിനും കൂടെ കൂട്ടിയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലാതെ ഇൻട്രസ്റ്റ് ഓൺ ലോണും അല്ലാതെ വേറെ യാതൊരു എക്സ്പെൻസുകൾക്ക് നിങ്ങൾ എന്തെടുക്കാൻ പാടില്ല? ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല എന്നാണ് ആക്ട് പറയുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ് ഡീൽ ചെയ്തത്, ദാറ്റ് ഇസ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഏതാണ്? സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ ആ വീടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ സെൽഫ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി നമുക്കുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറയുന്നത് എങ്ങനെയാ? വെരി സിമ്പിൾ. ആ പ്രോപ്പർട്ടി ഞാൻ താമസിക്കുന്ന പ്രോപ്പർട്ടി അല്ലേ, താമസിക്കുന്ന വീടല്ലേ, അപ്പൊ അത് എനിക്ക് ഇൻകം ഒന്നും ജനറേറ്റ് ചെയ്താവുന്നുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് നെറ്റ് ആനുവൽ വാല്യൂ, അതായത് ഗ്രോസ് ആനുവൽ വാല്യൂ 0. മുനിസിപ്പൽ ടാക്സിന് എനിക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് ആനുവൽ വാല്യൂ എനിക്ക് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. ഐ കനോട്ട് ക്ലെയിം മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ആസ് എ ഡിഡക്ഷൻ. ടെക്നിക്കലി പറഞ്ഞ ഗ്രോസ് ആനുവൽ വാല്യൂ നിങ്ങൾ നില്ലെന്ന് എടുക്കണം. മുനിസിപ്പൽ ടാക്സ് താമസിക്കുന്ന വീടിന് പേ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെറ്റ് ആനുവൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നെറ്റ് ആനുവൽ വാല്യൂ 0 ഫോർ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടീസ്. നിങ്ങളൊരു വീട് താമസിക്കുന്ന വീടാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് അടച്ചിട്ടേക്കാണ്. കാരണം ഇപ്പൊ ഇങ്ങനെയും പറയാം, അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി എന്നും പറയാം. എന്താ അൺഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി? നിങ്ങൾക്കൊരു വീടുണ്ട് കൊച്ചിയിൽ, ആ വീട് അടച്ചിട്ടേക്ക്, കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന ചെന്നൈയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വീട് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, വെറുതെ അടച്ചിട്ടേക്കാണ്. ആ വീടിനെ നിങ്ങൾക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്കും നെറ്റ് ആനുവൽ വാല്യൂ നിങ്ങൾക്ക് 0 ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. സോ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഓർ വി കൻ സേ അൺഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി, എങ്ങനെ വേണമെങ്കിലും പറയാം. സെൽഫ് ഒക്കുപ്പൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ നെറ്റ് ആനുവൽ വാല്യൂ 0. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടില്ല. കാരണം നെറ്റ് ആനുവൽ വാല്യൂ 30% അല്ലേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 0 ആയിരിക്കും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇൻകം ഒന്നും ടാക്സ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി നിങ്ങൾ മേടിക്കാനോ കൺസ്ട്രക്ട് ചെയ്യാനോ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെ ലോണിന് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്താലേ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും? ലോസ് ആയിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ലോസിനെ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം ആയിട്ട് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ദ വെരി ഹെവി അഡ്വാൻറ്റേജ് ഫ്രം ദിസ് ഇസ്, നിങ്ങൾക്ക് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി പണിയാനോ കൺസ്ട്രക്ട് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ റിനോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനൊക്കെ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആ പ്രോപ്പർട്ടി നിന്നുള്ള ഇൻകം ഒന്നും ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഇൻകം എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഡിഡക്ഷനും ക്ലെയിം ചെയ്യാം. അങ്ങനെ ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ മാത്രം ക്ലെയിം ചെയ്താൽ അവിടെ നിങ്ങൾ എൻഡ് അപ്പ് ചെയ്യുന്നത് ലോസിലായിരിക്കും. ആ ലോസിനെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഹെഡിലെയോ അല്ലെങ്കിൽ ഇതേ ഹെഡിലെ വേറെ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ഓഫും ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നമുക്ക് റിഡക്ഷൻ കിട്ടും. ഇൻകത്തിനെ ഒന്നും ടാക്സ് ചെയ്യുന്നില്ലെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ലോണിന് റിഡക്ഷൻ കിട്ടില്ലേ? ആ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചില സീലിംഗ് ലിമിറ്റ് പറയുന്നുണ്ട്. ദർ ആർ സർട്ടൻ സീലിംഗ് ലിമിറ്റ്സ് ഫോർ ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ആ സീലിംഗ് ലിമിറ്റ്സിനെ പറ്റിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സീലിംഗ് ലിമിറ്റ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, സീലിംഗ് ലിമിറ്റിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഓരോ കണ്ടീഷൻസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കൂ, ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ ലോൺ എടുത്തത് 1 April 1999 ശേഷമാണ്. 1/4/1999 ശേഷമാണ് നിങ്ങൾ ലോൺ എടുത്തത്. ഓൺ ഓർ ആഫ്റ്റർ, ആ ഡേറ്റിനോ അതിന് ശേഷമാണ് നിങ്ങൾ ലോൺ എടുത്തത്. പ്ലസ് പർപ്പസ് ഓഫ് ലോൺ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഹൗസ് ആണ്. നിങ്ങൾ ഒന്നിലെ വീട് പണിയാൻ അല്ലെങ്കിൽ വീട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തതെന്ന് വിചാരിക്കുക. പ്ലസ് കൺസ്ട്രക്ഷൻ ആണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ ആ കൺസ്ട്രക്ഷൻ ലോൺ എടുത്ത് 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ ലോൺ എടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് തൊട്ട് 5 വർഷത്തിനകം നിങ്ങൾ ആ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പ്ലസ് ആ നിങ്ങൾ ഫർണിഷ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ലെൻഡർ സ്പെസിഫൈങ് ദ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. നിങ്ങൾ ആ ലോൺ എടുത്ത് ആരുടെ കയ്യിൽ നിന്നാണോ, ആ ലെൻഡർ ആരാണോ, ലെൻഡറിന്റെ കയ്യിൽ നിന്ന് ഓരോ വർഷവും ഇത്ര ഇൻട്രസ്റ്റ് എനിക്ക് ഞാൻ അടയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണം. ഇപ്പൊ ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കുന്നെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഇത്ര രൂപ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, അതിന് ഈ വർഷം ഞാൻ അടയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് ഇത്രയാണെന്ന് പറഞ്ഞ് ബാങ്ക് സർട്ടിഫൈ ചെയ്ത് തരണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം? ആക്ച്വൽ ഇൻട്രസ്റ്റിനാണ് ഡിഡക്ഷൻ കിട്ടുക, പക്ഷെ മാക്സിമം സീലിംഗ് ലിമിറ്റ് വരെ പറയുന്നത് എത്രയാണ്? 2 ലക്ഷമാണ്. അതായത് ഈ കണ്ടീഷൻ നമ്പർ 1, 2, 3, 4 ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ
2 ലക്ഷം രൂപയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോണിന് റിഡക്ഷൻ എടുക്കാനുള്ള സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, എന്തൊക്കെയാ കണ്ടീഷൻ? നമ്പർ 1, ലോൺ എടുത്തത് 1 April 1999 ശേഷമോ ആയിരിക്കണം. ലോൺ എടുത്തതിന്റെ പർപ്പസ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ പർച്ചേസോ ആകണം. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവണം. ഇത്ര എമൗണ്ട് ആ വർഷം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ലെൻഡർ സർട്ടിഫൈയും ചെയ്യണം. ഇത് 4 നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വരെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് എത്ര രൂപയ്ക്ക് വരെ റിഡക്ഷൻ ക്ലെയിം ചെയ്യാം? 2 ലക്ഷം രൂപയ്ക്ക് വരെ നിങ്ങൾ റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയാലോ ഡിഡക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം എത്രയായിരിക്കും? 30,000 ആയിരിക്കും. എക്സാമ്പിൾ, ലോൺ എടുത്തത് 1/4/99 മുന്നെയാണ്. മാക്സിമം ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30,000 രൂപയായിരിക്കും, ഇറസ്പെക്ടീവ് ഓഫ് ദ പർപ്പസ്. അല്ലെങ്കിൽ ലോൺ എടുത്തത് നിങ്ങൾ റിപ്പയറോ റിനോവേഷനോ എക്സ്പാൻഷനോ ഒക്കെ വേണ്ടിയാണെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ 30,000 ആയിരിക്കും. നിങ്ങൾ ലോൺ എടുത്തത് പർച്ചേസ് ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആണ്, 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ തീർന്നില്ല, മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30,000 രൂപയായിരിക്കും. നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്, പക്ഷേ ലെൻഡർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നില്ല, അല്ലെങ്കിൽ ലെൻഡറിന്റെ കയ്യിൽ നിന്ന് യു ആർ നോട്ട് ഏബിൾ ടു ഒബ്റ്റെയിൻ ദ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്, മാക്സിമം ഡിഡക്ഷൻ 30,000 ആയിരിക്കും. സോ ഇതൊന്നും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് മാക്സിമം ക്ലെയിം ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30,000 രൂപയായിരിക്കും ഒരു വർഷം നിങ്ങൾക്ക് മാക്സിമം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അൺഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഉള്ള ഡിഡക്ഷൻ. ഇത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ബ്ലൈൻഡ് ഡിഡക്ഷൻ അല്ല. Actual interest subjected to either 2 lakh or 30,000 depends upon satisfaction of conditions. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ ഇൻട്രസ്റ്റിന് ചുമ്മാ റിഡക്ഷൻ കിട്ടില്ല, അതിന് ചില സീലിംഗ് ലിമിറ്റും കാര്യങ്ങളും ആക്ടിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അതിന്റെ സീലിംഗ് ലിമിറ്റ് എന്ന്. 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ സീലിംഗ് ലിമിറ്റ് 2 ലക്ഷവും, സാറ്റിസ്ഫൈ ചെയ്യാത്ത പക്ഷം മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30,000 ആയിരിക്കും. ഏതൊക്കെ 4 കണ്ടീഷൻ? നമ്പർ 1, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ലോൺ 99 ശേഷം എടുക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പർപ്പസ് ഓഫ് ലോൺ എന്ന് പറയുന്ന പർച്ചേസ് ആയിരിക്കണം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവണം. നാലാമത്തെ കണ്ടീഷൻ ലെൻഡർ നിങ്ങൾക്ക് ഇത്ര രൂപയാണ് ആ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് അടക്കേണ്ടത് എന്നുള്ളതിന് ഒരു ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് അവസാനത്തെ കണ്ടീഷൻ അല്ല, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാക്സിമം 2 ലക്ഷം. ഇതൊന്നും അല്ലാത്ത കേസുകളാണെങ്കിൽ മാക്സിമം 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? ഡിഡക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഈ 2 ലക്ഷം അല്ലെങ്കിൽ 30,000 എന്ന് പറയുന്നേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഉണ്ടെങ്കിലേ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റിന് അക്യൂമുലേറ്റ് ചെയ്ത് ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെന്ന്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് അടുത്ത 5 വർഷത്തേക്ക് കറന്റ് ഇയർ ഇൻട്രസ്റ്റിനും പ്ലസ് 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷനും കൂടെ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുമെന്ന്. രണ്ടും കൂടെ കൂട്ടിയാണ് മാക്സിമം 2 ലക്ഷം അല്ലെങ്കിൽ 30,000 എന്നുള്ള സീലിംഗ് ലിമിറ്റ്. അല്ലാതെ കറന്റ് ഇയർ ഇൻട്രസ്റ്റിന് മാത്രം 2, പ്രീ കൺസ്ട്രക്ഷന് വേറെ 2, അങ്ങനെയല്ല. പ്രീ കൺസ്ട്രക്ഷനും കറന്റ് ഇയർ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി മാക്സിമം ഐദർ 2 lakh or 30,000 ഡിപ്പെൻഡ്സ് അപ്പോൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കണ്ടീഷൻ. അതാണ് അവിടെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദർ ഇസ് എ പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡ്, ഇൻട്രസ്റ്റ് accumulate the interest and claim it as a reduction in 5 equal annual installment from the year of completion onwards. Pre-constructions 1/5 plus current year interest maximum 2 lakh or 30,000 depends upon satisfaction of condition. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ പ്രീ കൺസ്ട്രക്ഷന്റെ 1/5 കറന്റ് ഇയർ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി മാക്സിമം 2 അല്ലെങ്കിൽ 30,000 എന്നുള്ള സീലിംഗ് ലിമിറ്റ് രണ്ടിനോട് കൂട്ടിയുള്ള ഫിഗറിന് ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. നൗ കഴിഞ്ഞിട്ടില്ല. ഒരു അസസിക്ക് ഒരു വർഷം 2 വീടുകൾ ഉണ്ടെങ്കിൽ രണ്ടും അയാൾ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും അൺഒക്യുപ്പൈഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, 2 വീട് വരെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് 3 വീടുണ്ടെന്ന് വിചാരിക്കുക. ഹൗസ് 1, ഹൗസ് 2, ഹൗസ് 3. എനിക്ക് ഏതെങ്കിലും 2 വീട് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മൂന്നാമത്തെ വീടിനെ നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയും. അതായത് ഒരു വർഷം ഒരു അസസിക്ക് 2 വീടുകൾ വരെ മാക്സിമം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒരു കാര്യമുണ്ട്, എനിക്ക് 2 വീടുണ്ട്, ഹൗസ് 1, ഹൗസ് 2. ഒരെണ്ണം ഞാൻ ലെറ്റ് ഔട്ട് ചെയ്താൽ അത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. ഒരെണ്ണം അടഞ്ഞു കിടക്കുമോ അല്ലെങ്കിൽ ഞാൻ താമസിക്കുവാണെങ്കിൽ അതെന്തായി മാറും? സെൽഫ് ഒക്യുപ്പൈഡ് ആയി മാറും. എനിക്ക് 2 വീടുകളുണ്ട്, രണ്ടും അടഞ്ഞു കിടക്കുമോ അല്ലെങ്കിൽ രണ്ടും ഞാൻ താമസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ രണ്ടിനെയും എനിക്ക് എന്തായിട്ട് എടുക്കാം? സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കാം. സോ ഒരു വർഷം ഒരാൾക്ക് മാക്സിമം 2 വീട് വരെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 2ൽ കൂടുതൽ വീട്ടിൽ നിങ്ങൾ സെൽഫ് ഒക്യുപ്പേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 സെൽഫ് ഒക്യുപ്പൈഡ്, മൂന്നാമത്തെ പ്രോപ്പർട്ടി ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിരിക്കും എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. നൗ അതിന്റെ തിയറിയാണ് കിടക്കുന്നത്. പേഴ്സൺ ക്യാൻ മെയിൻറ്റെയിൻ അപ് ടു 2 സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ്. ഒരാൾക്ക് അയാളുടെ ഇഷ്ടാനുസാരണം 2 വീടുകൾ വരെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് എന്ത് ചെയ്യാം? ട്രീറ്റ്
ചെയ്യാം. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചില പ്രത്യേകതകളുണ്ട്. സെൽഫ് ഒക്യുപ്പിഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് 2 ലക്ഷം അല്ലെങ്കിൽ 30,000 സീലിംഗ് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ 2 വീടുണ്ടെങ്കിലേ 2 ചേർത്താണോ ഈ ലിമിറ്റ്, അത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമോ നമുക്ക് നോക്കാം. സിറ്റുവേഷൻ 1, ഫസ്റ്റ് വീട് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കംസ് അണ്ടർ കേസ് 1. എന്താ കംസ് അണ്ടർ കേസ് 1? ഇതാണ് കേസ് 1. 2 ലക്ഷം വരെ നമുക്ക് റിഡക്ഷൻ കിട്ടുന്ന ആ ഒരു 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനാരിയോ ആണ് നമ്മളിവിടെ എന്തെന്ന് വിളിക്കുന്നത്? കേസ് 1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താ കേസ് 1? ലോൺ എടുത്തത് എപ്പോഴായിരിക്കണം? ലോൺ എടുത്തത് 99-നോ അതിനുശേഷമോ ആയിരിക്കണം. കൺസ്ട്രക്ഷനോ പർച്ചേസോ ആയിരിക്കണം. കൺസ്ട്രക്ഷൻ ആണ് 5 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. സർട്ടിഫിക്കറ്റ് ഫ്രം ലെൻഡർ കിട്ടിയിട്ടുണ്ടാവണം. മാക്സിമം 2 വരെ കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേസ് 1. അപ്പൊ ഹൗസ് 1 ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തു, അത് കേസ് 1 വരും. മാക്സിമം 2 വരെ എനിക്ക് റിഡക്ഷൻ കിട്ടും. ഹൗസ് 2 റിപ്പയർ ആണ്, അപ്പൊ അത് കേസ് 2. എന്താ കേസ് 2? ഇതൊന്നും അല്ലാത്ത ബാക്കിയുള്ള കേസിൽ എനിക്ക് മാക്സിമം റിഡക്ഷൻ എത്ര കിട്ടുള്ളൂ? മാക്സിമം 30,000 എനിക്ക് റിഡക്ഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതാണ് കേസ് 2. അപ്പൊ ഹൗസ് 2 എന്ന് പറയുന്ന കേസ് 2 ആണെന്ന് വിചാരിക്കാം. മാക്സിമം 30 വരെ റിഡക്ഷൻ കിട്ടുമെന്ന് പറയുന്നതാണ് കേസ് 2. അപ്പൊ ഹൗസ് 2 റിപ്പയർ ആണ്, കംസ് അണ്ടർ കേസ് 2. അപ്പൊ ഹൗസ് 1 കേസ് 1 ആണ് ആൻഡ് ഹൗസ് 2 കേസ് 2 ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഹൗസ് 1ന് മാക്സിമം ലിമിറ്റ് 2 ഹൗസ് 2ന് മാക്സിമം ലിമിറ്റ് 30. ഇത് രണ്ടും കൂടെ കൂട്ടി മാക്സിമം എനിക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 2 എടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു വീടിന് 2 സീലിംഗ് ലിമിറ്റ്, മറ്റേ വീടിന് 30,000 ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടി മാക്സിമം റിഡക്ഷൻ 2 ലക്ഷമേ കിട്ടുള്ളൂ, അതിൽ കൂടുതൽ കിട്ടില്ല. ഇനി ഹൗസ് 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ് ആണ്, കേസ് 1. ഹൗസ് 2ഉം പർച്ചേസ് ആണ്, കേസ് 1 ആണ് വരുന്നതെങ്കിൽ ഹൗസ് 1ന് മാക്സിമം 2, ഹൗസ് 2ന് മാക്സിമം 2. രണ്ടും കൂടെ കൂട്ടി മാക്സിമം എനിക്ക് എത്ര കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ, അല്ലാതെ രണ്ടിനും സെപ്പറേറ്റ് 2 എടുക്കാൻ പറ്റില്ല. കേസ് 3 എന്താ? മൂന്നാമത്തെ സിനാരിയോ. ഹൗസ് 1 റിപ്പയർ ആണ്, കേസ് 2ൽ വരുന്ന സിറ്റുവേഷൻ ആണ്. ഹൗസ് 2ഉം റിപ്പയർ ആണ്, കേസ് 2 ആണ്. അപ്പൊ ഹൗസ് 1ന് മാക്സിമം 30, ഹൗസ് 2ന് മാക്സിമം 30, രണ്ടും കൂടെ കൂട്ടി 30. സോ സിറ്റുവേഷൻ, എനിക്ക് 2 വീടുകൾ ഉണ്ടെങ്കിൽ ഹൗസ് 1ന് മാക്സിമം 2 വരെ കിട്ടുന്ന കേസാണ്. ഹൗസ് 2ന് മാക്സിമം 30,000 കിട്ടുമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ കൂട്ടി മാക്സിമം 2 വരെ എനിക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി സിറ്റുവേഷൻ നമ്പർ 2, ഹൗസ് 1നും മാക്സിമം 2 കിട്ടുന്ന കേസാ, ഹൗസ് 2നും 2 കിട്ടുന്ന കേസാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടി എനിക്ക് മാക്സിമം എത്ര കിട്ടുള്ളൂ? 2 ലക്ഷമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. കേസ് 3, ഹൗസ് 1ന് 30,000 ആണ് മാക്സിമം ഡിഡക്ഷൻ, ഹൗസ് 2നും 30,000 ആണ് മാക്സിമം ഡിഡക്ഷൻ എങ്കിൽ രണ്ടും കൂടെ കൂട്ടി 30,000 എനിക്ക് മാക്സിമം ഡിഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് രണ്ടിനും സെപ്പറേറ്റ് 30,000 എടുക്കുന്ന ഒരു പരിപാടി ഇൻകം ടാക്സ് ആക്ടിൽ ഇല്ല എന്നും മനസ്സിലാക്കുക. ഇതാണ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് മാത്രമാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് സീലിംഗ് ലിമിറ്റ്. കാരണം അവിടുന്ന് നമ്മൾ ഇൻകത്തിനെ ഒന്നും ടാക്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അടയ്ക്കുന്ന ആക്ച്വൽ ഇൻട്രസ്റ്റിന് മുഴുവൻ ബ്ലൈൻഡ് റിഡക്ഷൻ എടുക്കണ്ട. മാക്സിമം 2 ലക്ഷം അല്ലെങ്കിൽ 30,000 എന്നുള്ള സീലിംഗ് ലിമിറ്റോടെ ഞങ്ങൾ വെക്കുകയാണ്. ദാറ്റ് ഇസ് ദ ലോജിക് ബിഹൈൻഡ് പുട്ടിംഗ് ദാറ്റ് സീലിംഗ് ലിമിറ്റ്. ഇൻകത്തിനെ ഒന്നും ഞങ്ങൾ ടാക്സ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഡിഡക്ഷൻ അങ്ങനെ ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് എടുക്കേണ്ട. 2 അല്ലെങ്കിൽ 30 സാറ്റിസ്ഫാക്ഷൻ ഓഫ് കണ്ടീഷൻ നിങ്ങൾ ഡിഡക്ഷൻ എടുത്താൽ മതി എന്ന് പറയുന്ന സീലിംഗ് ലിമിറ്റ് സെൽഫ് ഒക്കുപ്പൈഡ് പോർഷന് മാത്രമേ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന് യാതൊരു സീലിംഗ് ലിമിറ്റും ഇല്ല. ആക്ച്വൽ ഇൻട്രസ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഒറ്റ കാര്യം, ആ പ്രീം പോസ്റ്റും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ട്രീറ്റ് വിത്ത് ദ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടീസ്. അപ്പോൾ മൂവിങ് ഓൺ വിത്ത് ദ തേർഡ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ എനിക്ക് 3 വീടുകളുണ്ട്. ഹൗസ് 1ഉം ഹൗസ് 2ഉം ഉണ്ട്, ഹൗസ് 3ഉം ഉണ്ട്. ഇങ്ങനെ 3 വീടുകൾ, മൾട്ടിപ്പിൾ വീടുകളുള്ള കേസാണെങ്കിൽ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു 2 വീടല്ലേ സെൽഫ് ഒക്കുപ്പൈഡ് ആക്കാൻ പറ്റുള്ളൂ. 2 വീടിന് ഞാൻ സെൽഫ് ഒക്കുപ്പൈഡ് ആണ് എന്നങ്ങ് ഡിക്ലെയർ ചെയ്തു. ഏറ്റവും കൂടുതൽ ടാക്സബിൾ ഇൻകം വരാൻ ചാൻസ് ഉള്ള 2 പ്രോപ്പർട്ടികളെ ഞാൻ എൻ്റെ സെൽഫ് ഒക്കുപ്പൈഡ് ആക്കണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ഡീംഡ് ലെറ്റ് ഔട്ട് എന്നാണ് വിളിക്കുക. എന്ത് ഈ ഡീംഡ് ലെറ്റ് ഔട്ട്? ആ മൂന്നാമത്തെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെയും ഞാൻ കയറി താമസിക്കുകയാണ്, അല്ലെങ്കിൽ ആ വീട് ഞാൻ ചുമ്മാ അടച്ചിട്ടിരിക്കുകയല്ലേ. പക്ഷെ മൂന്നാമത്തെ വീടിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളത് ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളത് ലെറ്റ് ഔട്ട് ചെയ്തതായി ഞങ്ങൾ എന്ത് ചെയ്യും? ഡീം ചെയ്യും, ഞങ്ങൾ പ്രിസ്യൂം ചെയ്യും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്പൊ ഈ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി നോക്കിയേ, എന്താ അതിന്റെ പോയിന്റ്? assessee keeps more than 2 house property for self occupation, then any 2 at assessee's option shall be self occupied and the remaining shall be deemed let out property. മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഉണ്ട്, ആ മൾട്ടിപ്പിളും സെൽഫ് ഒക്കുപ്പേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കേസുകളാണെങ്കിൽ ആ മൾട്ടിപ്പിളിലെ ഏതെങ്കിലും 2 അറ്റ് യുവർ ചോയ്സ്. നമ്മൾ എക്സാമിന് വരുമ്പോൾ എന്ത് ചെയ്യണം?
3 വീടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ മൂന്നും അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് 3 വീടുകളുണ്ടെന്ന് വിചാരിക്കുക. ഹൗസ് 1, ഹൗസ് 2 ആൻഡ് ഹൗസ് 3. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൗസ് 1 ലെറ്റ് ഔട്ട് ചെയ്യായിരുന്നെങ്കിൽ എത്ര ഇൻകം വരുമായിരുന്നു കമ്പ്യൂട്ട് ചെയ്യണം. ഹൗസ് 2 ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഇൻകം വരുമായിരുന്നു കമ്പ്യൂട്ട് ചെയ്യണം. ഹൗസ് 3 ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഇൻകം വരുമായിരുന്നു എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ടാക്സബിൾ ഇൻകം വരുന്ന 2 ഓൾട്ടർനേറ്റീവ് ഏതൊക്കെയാണ് 2 വീടുകൾ വരുന്നത് അതിനെ ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി ഏറ്റവും കുറവ് ടാക്സബിൾ ഇൻകം വരാൻ ചാൻസ് ഉള്ള വീട് ഏതോ അതാണ് ഞാൻ എന്തായിട്ട് എടുക്കേണ്ടത്? ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. നൗ ഫ്രണ്ട്സ് ലിസൺ, കഴിഞ്ഞിട്ടില്ല. അടുത്ത എന്താ? ഫോർ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അങ്ങനെ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് എന്ത് വാല്യൂ ആണ് ടാക്സ് ചെയ്യേണ്ടത്? എക്സ്പെക്ടഡ് റെന്റ് ഷാൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ. ആ പ്രോപ്പർട്ടിയുടെ എക്സ്പെക്ടഡ് റെന്റ് നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കണം. എങ്ങനെ എക്സ്പെക്ടഡ് റെന്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആ പ്രോപ്പർട്ടിയുടെ ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂവും കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ആ ഹയറും സ്റ്റാൻഡേർഡ് റെന്റൂടെ കമ്പയർ ചെയ്യുക, ലോവർ എടുക്കുക. ലോവറിനെ നമ്മൾ വിളിക്കുന്ന പേരല്ലേ എക്സ്പെക്ടഡ് റെന്റ്. ഈ പ്രോപ്പർട്ടിക്ക് ഒരിക്കലും ആക്ച്വൽ റെന്റ് ഉണ്ടാവില്ല, കാരണം ഇത് ഡീംഡ് ലെറ്റ് ഔട്ടാ. ആക്ച്വൽ ലെറ്റ് ഔട്ട് അല്ല, നിങ്ങൾ അടച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾ സ്വയം താമസിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ആക്ച്വൽ റെന്റ് കിട്ടില്ല. അതുകൊണ്ട് ഈ എക്സ്പെക്ടഡ് റെന്റ് നിങ്ങൾ എന്തായിട്ട് എടുക്കുക? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കൂ എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ എക്സ്പെക്ടഡ് റെന്റ് എടുക്കണം. അതിനകത്ത് മുനിസിപ്പൽ ടാക്സസിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആ മൊത്തം വർഷം ഇതിപ്പോൾ ലെറ്റ് ഔട്ട് ഡീംഡ് ലെറ്റ് ഔട്ട് ആണല്ലോ, അതുകൊണ്ട് മുനിസിപ്പൽ ടാക്സ് അടച്ചതിന് നിങ്ങൾക്ക് മൊത്തമായി എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിന്റെ 30% നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ലോൺ നിങ്ങൾക്ക് എന്തും എടുക്കാം, ഡിഡക്ഷനും എടുക്കാം. ഇവിടെ സീലിംഗ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ഇത് ഡീംഡ് ലെറ്റ് ഔട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെൽഫ് ഒക്കുപ്പൈഡ് പോർഷന് മാത്രമേ എന്ത് വരുള്ളൂ? സീലിംഗ് ലിമിറ്റ് വരുള്ളൂ, 2 ലക്ഷം അല്ലെങ്കിൽ 30,000. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടികൾക്കോ ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടികൾക്കോ ഒന്നും എന്ത് വരില്ല? സീലിംഗ് ലിമിറ്റ് വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നൗ ഇഫ് ദർ ഇസ് എ pre-construction period interest accumulated and claim it as a deduction in 5 equal annual installment from the year of completion onwards. Pre-construction period interest ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പിടിച്ച് അക്യുമുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്യുമുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ അതിനെ 5 equal annual installment ആയിട്ട് എന്ത് ക്ലെയിം ചെയ്യുക? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. അവിടെ ഒരു കാര്യമുണ്ട്, ഇയർ ഓഫ് കംപ്ലീഷൻ തൊട്ട് അടുത്ത 5 കൊല്ലത്തേക്ക് ആ 1/5 കിട്ടും, കറന്റ് ഇയർ ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. അവിടെ വേറെ സീലിംഗ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും എന്തുമല്ല, ബാധകവുമല്ല. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ? ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. 3 പ്രോപ്പർട്ടികൾ കണ്ടു. ഏതൊക്കെയാണ്? 1 ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിക്കും ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. 2 സെൽഫ് ഒക്കുപ്പൈഡ്, 3 ഡീംഡ് ലെറ്റ് ഔട്ട്. അടുത്ത ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഏതാണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. സോ പ്രോപ്പർട്ടി നമ്പർ 4, 4ാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ ആൻഡ് സെൽഫ് ഒക്കുപ്പൈഡ് ഫോർ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ. അപ്പൊ ഹൗസ് പ്രോപ്പർട്ടി ആണ്, ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ ആണ്, ആൻഡ് സെൽഫ് ഒക്കുപ്പൈഡ് ഫോർ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ. അതായത് ഒരു വീടുണ്ട്, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വീടുണ്ട്, ആ വീട് ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തേക്കുകയായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഏപ്രിൽ 2024 തുടക്കം തൊട്ട് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. ഒരു 31 ഡിസംബർ 2024 ആയപ്പോൾ എൻ്റെ വാടകക്കാരൻ ഒഴിഞ്ഞുപോയി. ഓക്കെ, വാടകക്കാരൻ വേക്കൻ്റ് ആയി. അയാൾ ലീവ് ചെയ്തു, ആ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്തു. ഓക്കെ, അയാൾ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രോപ്പർട്ടി സാധാരണ എന്ത് ചെയ്യണം? ഞാൻ ആ പ്രോപ്പർട്ടി അടച്ചിടണം. അതായത് 1 ജാനുവരി 2025 തൊട്ട് പുതിയ വാടകക്കാരനെയും കാത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. 1 ജാനുവരി 2025 തൊട്ടേ പുതിയ വാടകക്കാരൻ വരുന്നതിന് പകരം ഞാൻ അവിടെ കയറി താമസിച്ചു എന്ന് വിചാരിക്കുക. അതായത് 1 ജാനുവരി 2025 തൊട്ട് ഞാൻ അവിടെ കയറി താമസിച്ചു. അപ്പൊ ആ പ്രോപ്പർട്ടി നമ്മൾ എന്തെന്ന് വിളിക്കണം? ഒരു പ്രോപ്പർട്ടി ആ ഒരു വർഷത്തിന്റെ കുറച്ച് നാള് അത് ലെറ്റ് ഔട്ട് ആയിരുന്നു, ബാക്കിയുള്ള നാള് ഞാൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം? അപ്പൊ ചുരുക്കം പറഞ്ഞ് ഇയർ എൻഡ് ആയപ്പോൾ ആ പ്രോപ്പർട്ടി ഞാൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തേക്കുക. പക്ഷെ അതിനെ നമ്മൾ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്നല്ല വിളിക്കണ്ടേ, അതൊരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഇത് തിരിച്ചു ആകാം. ഞാനൊരു 4 മാസം സെൽഫ് ഒക്കുപ്പൈ ചെയ്ത പ്രോപ്പർട്ടി ഞാൻ വാടകയ്ക്ക് കൊടുത്തതാണെങ്കിലും ഇങ്ങനെ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. സോ വാടകയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടി ആളിട്ടിട്ട് പോയി ഞാൻ അവിടെ കയറി താമസിച്ചു. ഇനിയല്ല, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന പ്രോപ്പർട്ടി ഇയറിന്റെ പകുതി ആയപ്പോൾ അല്ലെങ്കിൽ തുടക്കം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ലെറ്റ് ഔട്ട് ചെയ്തു. സെയിം ട്രീറ്റ്മെന്റ് ആണ്. സോ എന്താ പ്രോപ്പർട്ടിയുടെ ടൈപ്പ്? ഹൗസ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ ആൻഡ് സെൽഫ് ഒക്കുപ്പൈഡ് ഫോർ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ. ഒരു വീടുണ്ട്, അത് ഒരു വർഷത്തെ കുറച്ച് നാള് ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തു, ബാക്കിയുള്ള കുറച്ച് നാള് ഞാൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തു. എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം. ശ്രദ്ധിച്ച ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ ഹോൾ ഇയർ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മുടെ എക്സാമ്പിൾ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. നമ്മുടെ എക്സാമ്പിളിൽ 1 ഏപ്രിൽ 2024 വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. 31 ഡിസംബർ 2024 വീട് വാടകക്കാരൻ ഇട്ടിട്ട് പോയി. 1 ജാനുവരി 2025 തൊട്ട് ഞാൻ അവിടെ കയറി താമസിച്ചു.
31 മാർച്ച് 2025 ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞ 9 മാസം ആ വീട് ലെറ്റ് ഔട്ട് ആയിരുന്നു. 9ാം മാസം എൻഡിൽ വാടകക്കാരൻ പോയി, ബാക്കിയുള്ള 3 മാസം ഞാൻ അവിടെ താമസിച്ചു. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വീടിന്റെ എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ ഹോൾ ഇയർ ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം. എന്താ എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ ഹോൾ ഇയർ? ആ 12 മാസത്തെ ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്ത് ഹയർ എടുക്കുക. 12 മാസത്തെ ആ ഹയർ ഫിഗറും സ്റ്റാൻഡേർഡ് റെന്റും തമ്മിൽ 12 മാസത്തെ സ്റ്റാൻഡേർഡ് റെന്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ലോവർ എടുക്കുക. അപ്പൊ 12 മാസത്തെ എന്ത് കിട്ടും? എക്സ്പെക്ടഡ് റെന്റ് കിട്ടും. അതായത് ലെറ്റ് ഔട്ട് ചെയ്തിരുന്ന 9 മാസത്തെ അല്ല എടുക്കേണ്ട, 12 മാസത്തെയും എക്സ്പെക്ടഡ് റെന്റ് കമ്പ്യൂട്ട് ചെയ്യുക. അതാണ് ഹോൾ ഇയർ എന്ന് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആക്ച്വൽ റെന്റ് ഫോർ ദ ലെറ്റ് ഔട്ട് പീരീഡ്. ഇവിടെ ആക്ച്വൽ റെന്റ് ശരിക്കും എനിക്ക് 9 മാസമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ലെറ്റ് ഔട്ട് പീരീഡിൽ ആക്ച്വൽ റെന്റ് കമ്പ്യൂട്ട് ചെയ്യുക. ഇതിൽ ഏതാണോ ഹയർ അത് ഞാൻ എന്തായിട്ട് പിക്ക് ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് പിക്ക് ചെയ്യുക. ദിസ് ഇസ് വാട്ട് ദ ഡിപ്പാർട്ട്മെന്റ് സേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു പ്രോപ്പർട്ടി ഞാൻ ഒരു വർഷത്തിന്റെ കുറച്ച് മാസങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്ത് ബാക്കിയുള്ള കുറച്ച് മാസങ്ങൾ ഞാനത് സെൽഫ് ഒക്കുപ്പൈ ചെയ്ത കേസാണെങ്കിൽ ആ റെസ്പെക്റ്റീവ് ഇയറിൽ ആ പ്രോപ്പർട്ടിയുടെ 12 മാസത്തെ എക്സ്പെക്ടഡ് റെന്റ് കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതും എന്തുമായിട്ട് കമ്പയർ ചെയ്യുക? അതും എന്റെ കിട്ടിയ ആക്ച്വൽ റെന്റുമായിട്ട് ഞാൻ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ആ ആക്ച്വൽ റെന്റും ആ 12 മാസത്തെ എക്സ്പെക്ടഡ് റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ ഏതെടുക്കുക? ഹയർ എടുക്കുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി അടുത്തത് എന്താണ്? ആ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് എനിക്ക് ആ റെസ്പെക്റ്റീവ് ഇയറിലെ മുനിസിപ്പൽ ടാക്സിന് മുഴുവൻ എന്ത് ക്ലെയിം ചെയ്യാൻ? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഹോൾ ഇയർ ഇഫ് ഇറ്റ് ഇസ് ആക്ച്വലി പെയ്ഡ്. അത് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 9 മാസത്തെ മുനിസിപ്പൽ ടാക്സിനല്ല, മൊത്തം 12 മാസത്തെ മുനിസിപ്പൽ ടാക്സ് ഞാൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ആ നെറ്റ് ആനുവൽ വാല്യൂന്റെ 30% എനിക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ലോണിനും എനിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് വേറെ സീലിംഗ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഇഫ് ദർ ഇസ് എ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അക്യുമുലേറ്റഡ് ആൻഡ് ക്ലെയിം ഇറ്റ് ആസ് എ ഡിഡക്ഷൻ ഇൻ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഫ്രം ദി ഇയർ ഓഫ് കംപ്ലീഷൻ ഓൺവേർഡ്സ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം പ്രോപ്പർട്ടി, നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നതാണ് എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ വേറെ സീലിംഗ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അപ്ലൈ ചെയ്യണ്ട. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ്? ഹൗസ് പ്രോപ്പർട്ടി വെയർ പാർട്ട് ഓഫ് ദി ഇയർ ഇറ്റ് ഇസ് ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ സെൽഫ് ഒക്കുപ്പൈഡ്. നേരെ തിരിച്ചാണെങ്കിലും കുഴപ്പമില്ല. പാർട്ട് ഓഫ് ദി ഇയർ സെൽഫ് ഒക്കുപ്പൈഡ് ആൻഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ ലെറ്റ് ഔട്ട് ആണെങ്കിലും നിങ്ങൾ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ വേറെ പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല. സോ ഐ ഹോപ്പ് 4ാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയും സിമ്പിൾ ആണ്. ദാറ്റ് ഓൾസോ വാസ് ക്ലിയർ ഫോർ യു. അപ്പോൾ 5ാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. 5th ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഏതാണ് ഫ്രണ്ട്സ്? 5th ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി വെയർ എ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ സെൽഫ് ഒക്കുപ്പൈഡ്. ഒരു വീട് എനിക്കുണ്ട്, അതിന്റെ ഒരു ഭാഗം ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തു, ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ താമസിക്കുകയാണ്. അതായത് എനിക്ക് 2 നിലയുള്ള ഒരു വീടുണ്ടെന്ന് വിചാരിക്കുക. 2 നിലയുള്ള ഒരു വീടുണ്ട്, രണ്ടും ഒരു 500 സ്ക്വയർ ഫീറ്റിന്റെ 2 നിലയുള്ള ഒരു വീടുണ്ട്. അതിൽ ആദ്യത്തെ നില ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തു, വാടകയ്ക്ക് കൊടുത്തു. എന്നിട്ട് താഴത്തെ നില ഞാൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വീടാണത്. ആ വീടിന്റെ ഒരു ഭാഗം ഞാൻ ലെറ്റ് ഔട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഞാൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തതാണെങ്കിൽ എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം? സോ അത് അടുത്ത ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ്. സോ ഹൗസ് പ്രോപ്പർട്ടി വെയർ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ സെൽഫ് ഒക്കുപ്പൈഡ്. എന്ത് ചെയ്യണം? നമ്മൾ അതിനെ 2 വീടായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇത് കാര്യം ഒരൊറ്റ വീടാണ്. ആ വീടിന്റെ ഒരു നില ഞാൻ വാടകയ്ക്ക് കൊടുത്ത് മറ്റേ നില ഞാൻ താമസിക്കുകയാണെങ്കിൽ അതിനെ 2 പോർഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. GAV കമ്പ്യൂട്ടേഷൻ ഹാവ് ടു ബി ഡൺ സെപ്പറേറ്റ്ലി ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോർഷൻ ഓഫ് ഫ്ലോർ ഏരിയ. അതായത് ഇപ്പൊ 500 സ്ക്വയർ ഫീറ്റ് ആണ് ഞാൻ വാടകയ്ക്ക് കൊടുത്തത്, 500 സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. മൊത്തം 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, 500 സ്ക്വയർ ഫീറ്റ് വാടകയ്ക്ക് കൊടുത്തു, 500 സ്ക്വയർ ഫീറ്റ് ഞാൻ താമസിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഹൗ ടു കമ്പ്യൂട്ട് ദ ഇൻകം നമുക്ക് നോക്കാം. പ്രപ്പോർഷനേറ്റ് ആയിട്ട് 500 സ്ക്വയർ ഫീറ്റിന്റെ 2 പോർഷൻ ആയിട്ട് വേണം നിങ്ങൾ കമ്പ്യൂട്ടേഷൻ എല്ലാം തന്നെ ചെയ്യാൻ. അപ്പൊ നോക്കിയേ, ലെറ്റ് ഔട്ട് പോർഷൻ ഉണ്ടാവും. ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതാ? ആ 500 സ്ക്വയർ ഫീറ്റിന്റെ ആദ്യത്തെ നില, ഫസ്റ്റ് ഫ്ലോർ. ആ പോർഷന്റെ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം? എക്സ്പെക്ടഡ് റെന്റ് ഓഫ് ദ ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. അതായത് ആ മൊത്തം വീടില്ലേ, മൊത്തം വീടിന്റെ ഫെയർ റെന്റും മുനിസിപ്പൽ വാല്യൂം കൂടെ കമ്പയർ ചെയ്തിട്ട് ഹയർ എടുക്കുക. എന്നിട്ട് ആ മൊത്തം വീടിന്റെ ആ ഹയർ ഫിഗറും സ്റ്റാൻഡേർഡ് റെന്റ്, ആ മൊത്തം വീടിന്റെ സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ലോവർ എടുക്കുക. ആ ലോവർ ആണ് എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ എൻറ്റയർ പ്രോപ്പർട്ടി. അതിന്റെ പ്രൊപ്പോർഷൻ ചെയ്യുക. ഇപ്പൊ ആ മൊത്തം വീട് 1000 സ്ക്വയർ ഫീറ്റ് ആണ്. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ എക്സ്പെക്ടഡ് റെന്റ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത്. അതിന്റെ പകുതി എടുക്കുക. കാരണം 500 സ്ക്വയർ ഫീറ്റിന്റെ പോർഷനാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ എക്സ്പെക്ടഡ് റെന്റ് ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിസ് ഞാൻ എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. കാരണം ആക്ച്വൽ റെന്റ് എപ്പോഴും 500 സ്ക്വയർ ഫീറ്റിനെ കിട്ടുള്ളൂ. അതാണല്ലോ ഞാൻ വാടക കൊടുത്തേക്കുന്നത്. എക്സാമിനെ ആക്ച്വൽ റെന്റിനെ കയറി പ്രൊപ്പോർഷൻ ചെയ്യരുത് കേട്ടോ. കാരണം ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വാടകയ്ക്ക് കൊടുത്ത 500 സ്ക്വയർ ഫീറ്റിന്റെ ആ പോർഷൻ ആണ് എനിക്ക് കിട്ടുന്ന വാടക. അപ്പൊ ആക്ച്വൽ റെന്റിനെ കയറി പ്രൊപ്പോർഷൻ ചെയ്യരുത്. ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ 500 സ്ക്വയർ ഫീറ്റ് വാടകയ്ക്ക് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ റെന്റ്. സോ
എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ ഹോൾ പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ചെയ്യുക. എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള പോർഷൻ ആണ് ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തെന്നുള്ളത് പ്രൊപ്പോർഷനേറ്റ് ചെയ്യുക. ആ പ്രൊപ്പോർഷനേറ്റ് ചെയ്ത ഫിഗറും ആക്ച്വൽ റെന്റ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതെടുക്കുക? ഹയർ എടുക്കുക. ദാറ്റ് ഹയർ ഷാൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി അവിടെയും ഒരു കാര്യമുണ്ട്, അവിടെയും ഓർക്കുക, ഈ ആക്ച്വൽ റെന്റ് കുറവാണ് ഡ്യൂ ടു വേക്കൻസി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വൽ റെന്റ് തന്നെ ആ പോർഷന്റെ എന്തായിട്ട് എടുക്കാം? നിങ്ങൾക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കാം. നമ്മൾ ലെറ്റ് ഔട്ട് ട്രിപ്പ് കമ്പ്യൂട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇത് ഒരു വീടിന്റെ ഒരു പോർഷനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു മൊത്തം വീട് തന്നെ സെൽഫ് ഒക്കുപ്പൈഡ് ആയിരുന്നു. ഇതൊരു വീടിന്റെ പോർഷൻ ആണ് നമ്മൾ സെൽഫ് ഒക്കുപ്പൈ അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നൗ അപ്പൊ നോക്കിയേ, ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്ത് ഹയർ സാധാരണഗതിയിൽ എടുക്കുക. ആ ഹയർ ആണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ. ഇനി അതിന്റെ അകത്ത് മുനിസിപ്പൽ ടാക്സ് പ്രൊപ്പോർഷനേറ്റ് ബേസിസ് എന്താ? അത് മൊത്തം 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുനിസിപ്പൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ 500 സ്ക്വയർ ഫീറ്റിന്റെ പ്രൊപ്പോർഷൻ നമുക്ക് ഇതിൽ നിന്നും എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ദ റിമൈനിങ് വിൽ ബി ദ നെറ്റ് ആനുവൽ വാല്യൂ. അതിന്റെ അകത്ത് അതിന്റെ 30% നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയാനായിട്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തം ഇൻട്രസ്റ്റിനെയും പ്രൊപ്പോർഷനേറ്റ് ചെയ്യണം. അതിൽ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ നിങ്ങൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. അവിടെ പ്രീ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ആ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ ഇൻട്രസ്റ്റിന് അക്യൂമുലേറ്റ് ചെയ്ത് അതിന്റെ 1/5 കറന്റ് ഇയർ ഇൻട്രസ്റ്റും കൂടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യുക? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. യു വിൽ ഗെറ്റ് ദ പ്രൊപ്പോർഷനേറ്റ് ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ. ആ ലെറ്റ് ഔട്ട് പോർഷന്റെ പ്രൊപ്പോർഷനേറ്റ് ഇൻകം നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഈ വീടിന്റെ തന്നെ ബാക്കിയുള്ള 500 സ്ക്വയർ ഫീറ്റ് ഞാൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തേക്കല്ലേ, അതിന്റെ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സെൽഫ് ഒക്കുപ്പൈഡ് പോർഷൻ ഗ്രൗണ്ട് ഫ്ലോറിന്റെ 500 സ്ക്വയർ ഫീറ്റിന്റെ പോർഷൻ ഞാൻ സെൽഫ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നെറ്റ് ആനുവൽ വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുക്കണം. അതിന്റെ അകത്ത് നമുക്ക് മുനിസിപ്പൽ ടാക്സിനോ ആ പ്രൊപ്പോർഷനേറ്റ് മുനിസിപ്പൽ ടാക്സിനോ സ്റ്റാൻഡേർഡ് ടാക്സിനോ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ദാറ്റ് ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. ആ 500 സ്ക്വയർ ഫീറ്റിന്റെ പോർഷന്റെ പ്രൊപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ അത് 1/5 ഓഫ് ദ പ്രീ പ്ലസ് കറന്റ് ഇയർ ഇൻട്രസ്റ്റ്. ആ 1/5 കറന്റ് ഇയർ ഇൻട്രസ്റ്റും ഉണ്ട്. ദാറ്റ് 1/5 കറന്റ് ഇയർ ഇൻട്രസ്റ്റ് is subjected to ceiling limit of 30,000 or 2 lakh depends upon case 1 or case 2. ഓർക്കുന്നുണ്ടല്ലോ, സെൽഫ് ഒക്കുപ്പേഷൻ കേസ് 1 ഏതാ? കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ലോൺ എടുത്തത് 1 April 1999 അതിന് ശേഷമായിരിക്കണം. പ്ലസ് പർച്ചേസോ കൺസ്ട്രക്ഷനോ ആയിരിക്കണം. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 5 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ആ ലെൻഡർ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ മാക്സിമം 2 വരെ എടുക്കാന്ന് പറഞ്ഞില്ലേ? അല്ലാത്ത കേസുകൾ 30. സോ 2 or 30. ആ നമ്മളിപ്പോൾ മൊത്തം ഇൻട്രസ്റ്റ് ഒരു 4 ലക്ഷം ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ ഇൻട്രസ്റ്റ് 4 ലക്ഷം ആണെങ്കിൽ അത് 4 വേണ്ട, നമുക്ക് 5 എടുക്കാം. മൊത്തം ഇൻട്രസ്റ്റ് 5 ലക്ഷം ആണെന്ന് വിചാരിക്കും. ഒരു വർഷം നമുക്ക് വന്ന മൊത്തം ഇൻട്രസ്റ്റ് 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മൊത്തം ഇൻട്രസ്റ്റ് 5 ലക്ഷം. അതിൽ 2.5 500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ 2.5 വീതം വരും. അതിൽ 2.5 നമുക്ക് ഇവിടെ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബാക്കിയുള്ള 2 ലക്ഷം കേസ് 1 വരുന്ന കേസ് ആണെങ്കിൽ ആ 2.5-ൽ 2 നമുക്ക് സെൽഫ് ഒക്കുപ്പൈഡ് പോർഷന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്ത് നമുക്ക് ആ കേസിൽ എന്ത് വരും? ലോസ് വരും. 2 ലക്ഷം രൂപ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വന്ന് അവസാനിക്കും. കാരണം അതിൽ ഇൻകം 0 ഏക കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദ പ്രൊപ്പോർഷനേറ്റ് പോർഷൻ ആണ്. ദാറ്റ് ഇസ് 2 lakh. അപ്പൊ ഈ ഒരു കേസിൽ ഇൻകവും ഒരു കേസിൽ ലോസും വന്നാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെറ്റ് ഓഫ് ചെയ്ത് അതിൽ നെറ്റ് ഇൻകം നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാം. നെറ്റ് ഇൻകം ഓർ നെറ്റ് ലോസ് നിങ്ങൾക്ക് അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം എടുത്തെഴുതാം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു വീടിന്റെ ഒരു പോർഷൻ ഞാൻ ലെറ്റ് ഔട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനിൽ ഞാൻ താമസിക്കുകയാണെന്ന് വിചാരിക്കുക. പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ സെൽഫ് ഒക്കുപ്പൈഡ്. ഇതാണ് കേസ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ ചെയ്യണം? അപ്പോൾ ഒരു പോർഷൻ ലെറ്റ് ഔട്ട് ചെയ്ത് റിമൈനിങ് പോർഷൻ നമ്മൾ സെൽഫ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന കേസ് ആണെങ്കിൽ നമ്മൾ അതിനെ 2 പ്രൊപ്പോർഷനേറ്റ് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ. അതിൽ ലെറ്റ് ഔട്ട് പോർഷൻ എടുക്കുക. ലെറ്റ് ഔട്ട് പോർഷന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യണം? എക്സ്പെക്ടഡ് റെന്റിന്റെ പ്രൊപ്പോർഷൻ എടുക്കുക, ആക്ച്വൽ റെന്റോട് കമ്പയർ ചെയ്തിട്ട് ഹയർ എടുക്കുക. എന്നിട്ട് അതിനെ ഒരു ലെറ്റ് ഔട്ട് വീട് പോലെ തന്നെ കൺസിഡർ ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. മുനിസിപ്പൽ ടാക്സിന്റെ പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ എടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെയും പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ എടുക്കാം. ഇനി സെൽഫ് ഒക്കുപ്പൈഡ് പോർഷൻ എന്ത് ചെയ്യണം? NAV 0 ആയിരിക്കും. ആകപ്പാടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ദാറ്റ് ടു പ്രൊപ്പോർഷനേറ്റ് ബേസിസ് ദാറ്റ് ടു സബ്ജക്റ്റഡ് ടു 2 lakh or 30,000 സീലിംഗ് ലിമിറ്റ് ഡിപെൻഡ്സ് അപ്പോൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കണ്ടീഷൻ. നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. ആ സെൽഫ് ഒക്കുപ്പൈഡ് പോർഷനിൽ ലോസ് ആയിരിക്കും. ലെറ്റ് ഔട്ട് പോർഷനിൽ ലോസും ഇൻകവും ക്വസ്റ്റനിൽ എങ്ങനെ വരുമോ അതനുസരിച്ച് ലോസോ ഇൻകമോ വരാം. ഇനി ഇൻകം ആണ് സെൽഫ് ഒക്കുപ്പൈഡ് പോർഷനിലെ ലോസും ആണെങ്കിൽ അത് രണ്ടുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് ലോസ് അവസാന ഫിഗർ ആയിട്ട് എടുത്ത് എഴുതാമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു കൺസിഡർ ഓർ കമ്പ്യൂട്ട് ദ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി. ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയുടെ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ അവസാനത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഏതാണെന്ന് നോക്കാം. 6ാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഞാൻ ഒരു ബിൽഡറാണ്. ഞാൻ വീടുകൾ പണിയുന്ന, ഞാൻ ഫ്ലാറ്റ്, ഇപ്പൊ അസറ്റ് ഹോംസ് എന്ന് നമുക്ക് പറയാം ഒരു എക്സാമ്പിൾ ആയിട്ട്. അസറ്റ് ഹോംസ്, ഞാൻ വീടുകൾ പണിയുന്ന ഒരു ബിൽഡറാണ്. ഞാൻ അങ്ങനെ ഒരു ഫ്ലാറ്റ് പണിതു. ആ ഫ്ലാറ്റിൽ എനിക്ക് ഒരു 2 വീടുകളുണ്ട്. ഈ 2 വീടും ചുമ്മാ എന്തായിട്ട് കിടക്കുക? വിൽക്കാതെ കിടക്കുകയാണ്. ആ ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി.
കൺസ്ട്രക്ഷൻ ഒരു 10th ജൂൺ 2023 കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുക. 10 ജൂൺ 2023 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ആ 2 ഫ്ലാറ്റുകൾ വിൽക്കാൻ വേണ്ടിയാണ് അസറ്റ് ഹോംസ് പണിത്, പക്ഷെ വിൽക്കാൻ പറ്റിയിട്ടില്ല. സോ അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് നിൽക്കുകയാണ്. ആക്ട് എന്താ പറയുന്നത്? അപ് ടു 2 years ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് അസസി ഒബ്റ്റെയിൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്ത ഫിനാൻഷ്യൽ ഇയറിന് എൻഡ് തൊട്ട് 2 വർഷം വരെ നിങ്ങൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടേഷൻ ഒന്നും ചെയ്യേണ്ട. അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഏത് വർഷമാണ്? 10 ജൂൺ 2023 കംപ്ലീഷൻ നടന്നതെങ്കിൽ അന്ന് തന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. 2023-24 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. കാരണം 10 ജൂൺ 2023 വരുന്ന വർഷമാണ്. അപ്പോൾ 23-24 നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അതിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ 31 മാർച്ച് 2024 വരും. അന്ന് തൊട്ട് 2 വർഷം എന്ന് പറയുമ്പോൾ 31 മാർച്ച് 2026 വരും. 31 മാർച്ച് 2026 വരെ നിങ്ങൾ യാതൊരു കമ്പ്യൂട്ടേഷനും ചെയ്യേണ്ട. നിങ്ങളുടെ സ്റ്റോക്കായിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾ യാതൊരു കമ്പ്യൂട്ടേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. 2 വർഷമായിട്ട് നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റിയിട്ടില്ല, ഇത് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് നിൽക്കുകയാണെങ്കിലേ 2026-27 തൊട്ട് നിങ്ങൾ അതിന്റെ എക്സ്പെക്ടഡ് റെന്റ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ടാക്സബിൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇതും ഒരു ഡീമിംഗ് ഫിക്ഷനാണ്. അതായത് നിങ്ങളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇരിക്കുകയാണ്. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ പണി തീരുന്ന വർഷത്തിന്റെ എൻഡ് തൊട്ട് ഒരു 2 വർഷം വരെ ഒരു കുഴപ്പവും ഇല്ല. സ്റ്റോക്കായിട്ട് നിങ്ങൾ വെച്ചു, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ആ 2 വർഷം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തൊട്ട് നിങ്ങൾ അത് പിന്നെയും സ്റ്റോക്കായിട്ട് ചുമ്മാ വേക്കൻ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ ആ വീടിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ഷാൽ ബി ഡീം ടു ബി ആൻ ഇൻകം ടാക്സബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. ഇനി എങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണ്ടേ? അടുത്ത വർഷം തൊട്ട് ആ വീടിന്റെ എക്സ്പെക്ടഡ് റെന്റ് കമ്പ്യൂട്ട് ചെയ്യുക. എങ്ങനെ എക്സ്പെക്ടഡ് റെന്റ്? ഫെയർ റെന്റ്, മുനിസിപ്പൽ വാല്യൂ ഹയർ, ദാറ്റ് ഹയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് റെന്റ് ആൻഡ് പിക്ക് ദ ലോവർ, ദാറ്റ് ലോവർ വിൽ ബി ദ എക്സ്പെക്ടഡ് റെന്റ്. അവിടെ ആക്ച്വൽ റെന്റ് കമ്പയർ ചെയ്യേണ്ട, കാരണം നിങ്ങൾ അത് ഇപ്പോഴും അടച്ചിട്ടേക്ക്, ആക്ച്വൽ റെന്റ് കിട്ടില്ല. സോ ആ എക്സ്പെക്ടഡ് റെന്റ് നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിന്റെ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടേഷൻ ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സോ ആഫ്റ്റർ 2 years എക്സ്പെക്ടഡ് റെന്റ് ഫോർ ദ ഹോൾ ഇയർ ഷാൽ ബി ഡീം ടു ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ. അവിടെ തൊട്ട് ആ 3ാമത്തെ കൊല്ലം തൊട്ട് നിങ്ങൾക്ക് മുനിസിപ്പൽ ടാക്സിനും പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് എന്തെടുത്ത് പോകാം? ഇൻട്രസ്റ്റ് ഓൺ ലോണിനും ഒക്കെ ഡിഡക്ഷൻ എടുത്ത് പോവാം. സോ ആദ്യത്തെ 2 കൊല്ലം വരെ നിങ്ങൾ പ്രത്യേകിച്ച് വേറൊന്നും അവിടെ ചെയ്യാൻ പാടില്ല, വേറെ കമ്പ്യൂട്ടേഷൻ ഒന്നും ചെയ്യേണ്ട. 3ാം കൊല്ലം തൊട്ട് നിങ്ങൾ എല്ലാ കമ്പ്യൂട്ടേഷനും ചെയ്ത് വേണം നിങ്ങൾ അവിടുത്തെ ഇൻകം എന്ത് ചെയ്യാൻ? കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ 6 തരം ഹൗസ് പ്രോപ്പർട്ടികളെയാണ് നമ്മൾ ഡീൽ ചെയ്തത്. നമുക്കൊന്ന് ക്വിക്കായിട്ട് സമറൈസ് ചെയ്യാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, ദെൻ രണ്ടാമത്തെ ഏതാ നമ്മൾ ഡീൽ ചെയ്ത്? സെൽഫ് ഒക്യുപ്പൈഡ്. 3 ഡീംഡ് ലെറ്റ് ഔട്ട്. 4 പാർട്ട് ഓഫ് ദി ഇയർ സെൽഫ് ഒക്യുപ്പൈഡ് ഇൻ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇയർ ലെറ്റ് ഔട്ട്, അല്ലെങ്കിൽ തിരിച്ച്. ദെൻ നമ്മൾ 5ാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞത് എന്തായിരുന്നു? എ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ്. അവസാനം ഹൗസ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓരോന്നിന്റെയും ടോട്ടൽ ഇൻകം ഫ്രം ദ റെസ്പെക്ട് ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യനിലെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വായിച്ചു നോക്കിയിട്ട് ഈ 6 തരത്തിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് ടെസ്റ്റഡ് ആവാൻ പോകുന്നത്. ഏത് തരം പ്രോപ്പർട്ടി ആണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഐഡന്റിഫൈ ചെയ്യണം. ആ ഐഡന്റിഫിക്കേഷന്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് വായിച്ച് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇനി ചില കോമൺ തിങ്സ് ഉണ്ട്. ദർ ആർ സർട്ടൻ കോമൺ തിങ്സ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് റെസ്പെക്റ്റീവ് ചാപ്റ്റർ. ഇനി ക്വസ്റ്റ്യനിൽ ട്രീറ്റ്മെന്റ് ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്, ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് റെന്റ് നിങ്ങൾ ആള് താമസിച്ചു പക്ഷെ അയാൾ എന്ത് തന്നിട്ടില്ല? റെന്റ് തന്നിട്ടില്ല, റെന്റ് അൺറിയലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? അൺറിയലൈസ്ഡ് റെന്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. 1, 2, 3, 4 ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അത് ആക്ച്വൽ റെന്റിന്റെ ഭാഗമായി ആഡ് ചെയ്യണ്ട. അതായത് നമ്മൾ റെന്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ടെനന്റ് അവിടെ താമസിച്ചു പക്ഷെ 11 എന്ത് തന്നിട്ടില്ല? വാടക തന്നിട്ടില്ല. അപ്പം നമുക്ക് ആക്ച്വൽ റെന്റിനകത്ത് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാം. 12 മാസം ഒരു ടെനന്റ് താമസിച്ചു. ഓക്കെ, അവൻ 10 മാസത്തെ വാടക തന്നു, പെയ്ഡ്. നമുക്ക് റിസീവ്ഡ്, പെയ്ഡ് എന്നല്ല റിസീവ്ഡ് എന്ന് എഴുതാം. 10 മാസത്തെ വാടക കിട്ടി, 2 മാസത്തെ പെൻഡിങ് ആണ്. അവൻ താമസിച്ചു, ഇയർ എൻഡ് ആയി, 2 മാസത്തെ വാടക പെൻഡിങ്. ഈ 2 മാസത്തെ വാടകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അൺറിയലൈസ്ഡ് റെന്റ്. അങ്ങനെ അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിലേ ആ 2 മാസത്തെ വാടകയെ നമ്മൾ ആക്ച്വൽ റെന്റിനകത്ത് ആഡ് ചെയ്യണോ വേണ്ടയോ? ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 മാസത്തെ വാടകയെ നിങ്ങൾ ആക്ച്വൽ റെന്റിനകത്ത് എന്ത് ചെയ്യേണ്ട? ആഡ് ചെയ്യണ്ട. ഏതൊക്കെയത്? ഒന്ന്, ടെനൻസി ഷുഡ് ബി ഗുഡ് ഫെയ്ത്ത്. നല്ല ഉദ്ദേശത്തോടു കൂടി വാടകയ്ക്ക് കൊടുത്ത കേസായിരിക്കണം. ഡിപ്പാർട്ട്മെന്റിനെ പറ്റിക്കാനായിട്ട് ഒരുമാതിരി ഉഡായിപ്പ് എഗ്രിമെന്റുമായിട്ട് വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ഗുഡ് ഫെയ്ത്ത്. നല്ല ഉദ്ദേശത്തോടുകൂടി ബോണഫൈഡ് ആയിട്ടുള്ള റെന്റൽ കേസ് ആയിരിക്കണം. 2,
defaulted tenant vacated the property or steps have been taken him to vacate the property. ആ വാടക തരാത്ത ടെനന്റിനെ ഒന്നിലെ നിങ്ങൾ പിടിച്ച് പുറത്താക്കണം, അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കാനുള്ള ലീഗൽ ആയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനീഷ്യേറ്റ് ചെയ്യണം. 3, ഡിഫോൾട്ടിംഗ് ടെനന്റ് നോട്ട് ഒക്കുപ്പൈങ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ അസസി. വാടക തരാത്ത ആ ഒരു ടെനന്റ് നിങ്ങളുടെ തന്നെ വേറൊരു വീടിലും വാടകയ്ക്ക് ഇരിക്കാൻ പാടില്ല. അയാൾ നിങ്ങളുടെ ഒരേ ഒരു വീട് മാത്രമേ അയാൾ നിങ്ങളുടെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ വേറെ വീട് ഇവിടെ ഉണ്ട്, അവിടുത്തെ വാടകക്കാരൻ ഇവനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ വീട്ടിന്റെ വാടകകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ അവർ പറഞ്ഞേക്കുക ആ ഡിഫോൾട്ട് ടെനന്റ് നിങ്ങളുടെ വേറൊരു പ്രോപ്പർട്ടിയിലും വാടകയ്ക്ക് ഇരിക്കാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ, അസസി ഹാസ് ഇനീഷ്യേറ്റഡ് ലീഗൽ പ്രൊസീഡിംഗ്സ് അഗൈൻസ്റ്റ് ടെനന്റ് ഫോർ റിക്കവറിംഗ് ദ റെന്റ്. അവൻ തരാത്ത റെന്റ് മേടിച്ചെടുക്കാനായിട്ട് നിങ്ങൾ അവനെതിരെ കേസ് കൊടുത്തു, അല്ലെങ്കിൽ സാറ്റിസ്ഫൈസ് AO ദാറ്റ് ദ ലീഗൽ പ്രൊസീഡിംഗ്സ് ആർ യൂസ്ലെസ്. അല്ലെങ്കിൽ അസിംഗ് ഓഫീസറുടെ അടുത്ത് നിങ്ങൾ പറയുകയാണ് ഇവനെതിരെ കേസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, ഇവൻ മറ്റേ അന്താരാഷ്ട്ര കുറ്റവാളിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവൻ ഒരു അന്താരാഷ്ട്ര ഭീകരവാദിയാണ്, അവൻ നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു, അവനെ ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് പിടിച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പൊ നിങ്ങൾ ഒരു കേസും കൂടെ കൊണ്ട് കൊടുക്കുക, ഏതാ അവൻ വാടക തന്നിട്ടില്ല എന്ന്. അങ്ങനെ ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? യാതൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നിലെ റെന്റ് റിക്കവർ ചെയ്യാനുള്ള ഒരു കേസ്, ലീഗൽ ആയിട്ടുള്ള ഒരു പ്രൊസീഡിംഗ്സ് അവനെ ഇനീഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അസിംഗ് ഓഫീസർ എടുത്ത് പറയുക ഇവനെക്കുറിച്ച് ഇനി ഒരു കേസ് കൊടുത്തിട്ട് യാതൊരു ഗുണവും ഇല്ല, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നുള്ള ഫാക്റ്റും പറയുക. ഇത് 4 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അൺറിയലൈസ്ഡ് റെന്റ്, 2 മാസത്തെ അൺറിയലൈസ്ഡ് റെന്റ് നിങ്ങൾ ആക്ച്വൽ റെന്റിനകത്ത് ആഡ് ചെയ്യണ്ട. ചെയ്യാതെ വേണം നിങ്ങൾ ആക്ച്വൽ റെന്റും എക്സ്പെക്ടഡ് റെന്റും കമ്പയർ ചെയ്ത് ഹയർ പിക്ക് ചെയ്യാൻ. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, അൺറിയലൈസ്ഡ് റെന്റിനെയും നിങ്ങൾ ആക്ച്വൽ റെന്റിനകത്ത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടാത്ത റെന്റിനെയും കൂടെ ആക്ച്വൽ റെന്റിനകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് വേണം എക്സാമിന് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ. സോ സാറ്റിസ്ഫൈസ് ഓൾ കണ്ടീഷൻസ്, unrealized rent shall not form part of the actual rent. If does not satisfy any, then unrealized rent should form part of the actual rent. എന്നിട്ട് വേണം നിങ്ങൾ കമ്പ്യൂട്ടേഷൻ ചെയ്ത് ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ. സോ ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. ഇനി ക്വസ്റ്റ്യനിൽ അരിയർ ഓഫ് റെന്റ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ്, അരിയർ ആയിട്ട് നിൽക്കുന്ന റെന്റ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റ് പിന്നീട് കിട്ടി, സബ്സിക്വന്റ്ലി റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറെ അഡ്ജസ്റ്റ്മെന്റാണ്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞൊരു വർഷം 23-24 അരിയർ ആയിട്ട് നിന്നൊരു റെന്റ് 2024-25 കിട്ടി, റിസീവ്ഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സിക്വന്റ്ലി റിക്കവർഡ് ആണെങ്കിൽ ഷാൽ ബി ടാക്സബിൾ ഇൻ ദി ഇയർ ഓഫ് റെസിപ്റ്റ്. അത് കിട്ടുന്ന വർഷം ആ റെന്റ് നിങ്ങൾ ടാക്സബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. വെദർ ഓർ നോട്ട് അസസ് ഈസ് ദ ഓണർ ഓഫ് ദ റെസ്പെക്റ്റീവ് ഹൗസ് പ്രോപ്പർട്ടി. ആ വീട് കിട്ടുന്ന വർഷം, അതായത് 23-24 ഒരു വാടകക്കാരൻ താമസിച്ചു, ആ 23-24 റെന്റ് അവൻ തന്നിട്ടില്ല, പക്ഷെ 23-24 എൻഡിൽ നിങ്ങൾ ആ വീട് സെല്ല് ചെയ്തു, ആ വീട് ഇപ്പൊ നിങ്ങളുടെ പേരിലില്ല. 24-25 ആ വാടകക്കാരൻ തിരിച്ചു വന്ന് നിങ്ങൾക്ക് ആ വാടക തന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ അൺറിയലൈസ്ഡ് റെന്റ് അല്ലെങ്കിൽ അരിയർ ഓഫ് റെന്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ പേരിൽ ആ റെസ്പെക്ട് വീടില്ല, ആ വീട് നിങ്ങൾ വിറ്റു, ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. ഡസന്റ് മാറ്റർ വെദർ ഓർ നോട്ട് അസസ് ഈസ് ദ ഓണർ ഓഫ് ദ റെസ്പെക്റ്റീവ് പ്രോപ്പർട്ടി. സബ്സിക്വന്റ് റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ് ആസ് വെൽ ആസ് അരിയർസ് ഓഫ് റെന്റ്, അരിയർസ് ഓഫ് റെന്റോ അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് റെന്റോ നിങ്ങൾക്ക് പിന്നീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന വർഷം ആ ഓണറിന്റെ പേരിൽ ആ വീടുണ്ടോ ഇല്ലയോ ഡസന്റ് മാറ്റർ, കാര്യമില്ല. കിട്ടുന്ന വർഷം അത് നിങ്ങളുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, ഇൻകം ടാക്സബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്കൊരു 30% എന്ത് ക്ലെയിം ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രം ക്ലെയിം ചെയ്യാം. ബാക്കിയുള്ളതായിരിക്കും നിങ്ങളുടെ നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ അരിയർസ് ഓഫ് റെന്റോ അൺറിയലൈസ്ഡ് റെന്റോ റിക്കവർ ചെയ്തിട്ടുണ്ട് സബ്സിക്വന്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിക്കവർ ചെയ്ത വർഷം അത് നിങ്ങളുടെ എന്തായി മാറും, ടാക്സബിൾ ഇൻകമായി മാറും. അതിൻ്റെ അകത്തുനിന്ന് 30% നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതിൻ്റെ ഒരു 30% നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ഓൾസോ ക്ലിയർ ഫോർ യു. ഓൾറൈറ്റ് ഫ്രണ്ട്സ്, സോ അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കോ ഓൺഡ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ 2 കോർണേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ ഒരു വീടും അതിന് 2 ഓണേഴ്സ് ഉണ്ട്, മിസ്റ്റർ എ ഉണ്ട്, മിസ്റ്റർ ബി ഉണ്ട്. അങ്ങനെ 2 ഓണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഷാൽ ബി ഡൺ സെപ്പറേറ്റ്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഈച്ച് കോ ഓണർ. അപ്പോൾ അത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ വീടിന്റെ മൊത്തം ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് 2 കോർണർക്കുമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മിസ്റ്റർ എയും മിസ്റ്റർ ബിക്കും ആ പ്രോപ്പർട്ടിയിൽ തുല്യ അവകാശം ഉണ്ട് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു, ആ പ്രോപ്പർട്ടി എന്നുള്ള ആ വീടെന്നുള്ള ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്നുള്ള മൊത്തം ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് 2 പേർക്കും അതിൽ ഇൻകം എന്ത് ചെയ്ത് കൊടുക്കുക, വീതിച്ച് കൊടുക്കുക. കോണ്ട് പ്രോപ്പർട്ടിയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. കോണ്ട് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓണേഴ്സ് ഉള്ള പ്രോപ്പർട്ടി. ഇനി അവിടെ ഒരു പ്രത്യേകത, ഇൻകം കമ്പ്യൂട്ടേഷൻ ഷാൽ ബി ഡൺ സെപ്പറേറ്റ്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഈച്ച് കോ ഓണർ. പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിലേ ഈച്ച് കോ ഓണർ ക്യാൻ ക്ലെയിം സെപ്പറേറ്റ് ലിമിറ്റ് ഓഫ് 30,000 or 2 lakh ഡിപ്പെൻസ് ഓൺ ദ കേസ്. അതായത് ഇപ്പോൾ ഒരു വീടുണ്ട്, ആ വീട് സെൽഫ് ഒക്കുപ്പൈഡാണ്,
മിസ്റ്റർ എയും അതിൽ ഒരു ഓണറാണ്, മിസ്റ്റർ ബിയും അതിൽ ഓണർ, അവർ ബ്രദേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള കേസാണെങ്കിൽ ആ വീട് മിസ്റ്റർ എയ്ക്കും 2 ലക്ഷം വരെയുള്ള ലിമിറ്റ് ക്ലെയിം ചെയ്യാം, മിസ്റ്റർ ബിക്കും 2 ലക്ഷം രൂപ വരെ ലിമിറ്റ് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പോൾ ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ മിസ്റ്റർ എയും ഓണറാണ്, ബിയും ഓണറാണ്. ആ വീട്ടിൽ നിന്ന് മൊത്തം ഇൻട്രസ്റ്റ് 5 ലക്ഷം. ആ വീട് ലോൺ എടുത്തിട്ടാണ് അവർ പണിത്. മൊത്തം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് 5 ലക്ഷം. അപ്പോൾ മിസ്റ്റർ എയ്ക്ക് പ്രൊപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 2.5, മിസ്റ്റർ ബിയുടെ പ്രൊപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അനദർ 2.5. മിസ്റ്റർ എയ്ക്ക് 2 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, മിസ്റ്റർ ബിക്കും 2 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഒരു വീടിനല്ല 2 ലക്ഷം അല്ലെങ്കിൽ 30,000 സീലിംഗ് ലിമിറ്റ്, ഒരു ഓണർക്കാ. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള വീട് കോണ്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ 2 കോർണേഴ്സിനും 2.5 വരെ ഇൻട്രസ്റ്റിന് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തെ ഹൈലൈറ്റ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. അപ്പോൾ എക്സാമിന് പ്രോപ്പർട്ടി കോ ഓൺഡ് പ്രോപ്പർട്ടി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഓരോ കോർണർക്കും സെപ്പറേറ്റ് 2 അല്ലെങ്കിൽ സെപ്പറേറ്റ് 30,000 ഡിപ്പെൻസ് അപ്പോൺ കേസ് 1 or 2 നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തെ ഹൈലൈറ്റ്. ഇനി except standard deduction and interest on loan, assessee cannot claim any other expenditure under income from house property. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു പ്രോപ്പർട്ടിയുടെ ഇൻകം നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും അല്ലാതെ ഇൻകം ടാക്സ് ആക്ടിലെ വേറെ യാതൊരു എക്സ്പെൻസുകൾക്കും നിങ്ങൾ എന്തെടുക്കാൻ പാടില്ല? ഡിഡക്ഷൻ എടുക്കാൻ പാടില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. സോ ഇങ്ങനെ വേണം എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ. പ്രോപ്പർട്ടി ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതനുസരിച്ച് നിങ്ങൾ കമ്പ്യൂട്ടേഷൻ ചെയ്ത് ആൻസർ കംപ്ലീറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ ഇത് പഠിച്ചത് മുഴുവൻ അസസി നോർമൽ സ്കീം, അതായത് ഓൾഡ് സ്ലാബ് റേറ്റ് ഓപ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ 115 BAC ഓപ്റ്റ് ഔട്ട് ചെയ്താൽ എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം എന്നാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഡിഫോൾട്ട് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 115 BAC ആണല്ലോ. BAC ഓപ്റ്റ് ഔട്ട് ചെയ്ത ഒരാൾ എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അസസി BAC എടുത്ത ആളാണെങ്കിലോ, സേ ഇഫ് അസസി ഹാസ് ഓപ്റ്റഡ് ഫോർ 115 BAC, അസസി ഡിഫോൾട്ട് ടാക്സ് റേറ്റ് BAC പ്രകാരമാണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ്? നമ്മൾ എല്ലാ ഹെഡിലും അങ്ങനെ കണ്ട, സാലറിയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ചേഞ്ചസ് എന്താണ്? Changes in computation under house property if assessee has opted default tax rate under 115 BAC. നോക്കിയേ, 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ 30,000 വരെയുള്ള സീലിംഗ് ലിമിറ്റ് വെച്ച് നമുക്ക് ഡിഡക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ ഡിഡക്ഷൻ കിട്ടില്ല. അതായത് അസസി 115 BAC എടുത്തിട്ടുള്ള ഒരു അസസി ആണെങ്കിൽ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം എന്ന് പറയുന്നത് എപ്പോഴും നില്ലായിരിക്കും. ഇൻകം വരില്ല, ലോസും വരില്ല. കാരണം ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് അവൻ ഒരിക്കലും ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല ഇഫ് അസസി ഹാസ് ഓപ്റ്റഡ് ഫോർ 115 BAC. എന്താ രണ്ടാമത്തെ വ്യത്യാസം? ലോസ് ഫ്രം ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി കനോട്ട് ബി അഡ്ജസ്റ്റഡ് വിത്ത് എനി അതർ ഹെഡ്. അതായത് നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം, ഇതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവൻ ഓപ്റ്റഡ് ഔട്ട് ആണെന്ന് വിചാരിക്കുക. ഓപ്റ്റഡ് ഔട്ട് ഫ്രം സെക്ഷൻ 115 BAC ഓപ്റ്റ് ഔട്ട് ചെയ്ത ഒരാൾക്ക് സേ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസ് വന്നു, 3 ലക്ഷം രൂപ ലോസ് വന്നു. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസ് ആണ് വന്നത് 3 ലക്ഷം രൂപ. ഇവന് സാലറി ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. അവർ 5 ലക്ഷം രൂപ സാലറി ഇൻകം ഉണ്ട്. ഇവൻ എന്ത് ചെയ്യാം? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻകവും ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസും സാലറി ഇൻകം ആയിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ്, 2 ലക്ഷം രൂപ വരെയുള്ള ലോസിനെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസുകൾ വേറൊരു ഹെഡിലെ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ അതിനൊരു സീലിംഗ് ലിമിറ്റ് ആക്ട് പറയുന്നുണ്ട്, ദാറ്റ് ഇസ് 2 lakhs. അപ്പൊ ഇവന് ഈ സാലറി ഇൻകത്തിൽ നിന്ന് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ 2 ലക്ഷം രൂപ വരെയുള്ള ലോസിന് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. സോ ബാക്കി സാലറി ഇൻകം 3 ആയിരിക്കും. ദെൻ ബാക്കി ഹൗസ് പ്രോപ്പർട്ടി ലോസ് എന്ന് പറയുന്ന ഒന്നല്ലേ? ഈ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസ് 1 ലക്ഷത്തിന് ഇവൻ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ഇൻകവുമായി ഇവന് ഭാവിയിൽ ഈ 1 ലക്ഷത്തിന് സെറ്റ് ഓഫ് ചെയ്യാം. അതങ്ങനെ എത്ര വർഷം വരെ ഇവന് ക്യാരി ഫോർവേഡ് ചെയ്യാം? 8 years വരെ ക്യാരി ഫോർവേഡ് ചെയ്യാന്നാണ് IT ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഹി ക്യാൻ ക്യാരി ഫോർവേഡ് ദാറ്റ് ലോസ് ടു ദ റെസ്പെക്റ്റീവ് 8 years. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പൊ ശ്രദ്ധിച്ചേ, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിൽ ആ മൊത്തം ലോസിനെ നിങ്ങൾക്ക് വേറൊരു ഹെഡിലെ ഇൻകവുമായിട്ട് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എത്ര വരെ പറ്റുള്ളൂ? 2 ലക്ഷം രൂപ വരെയുള്ള ഇൻകവുമായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്ത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ഇൻകം ആയിട്ട് തന്നെ ഭാവിയിൽ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്യണം. ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2,
ഇഫ് അസസി ഹാസ് ഓപ്റ്റഡ് ഫോർ 115 BAC, അസസി ഡിഫോൾട്ട് ടാക്സ് റെയിം BAC ഓപ്റ്റ് ചെയ്ത ആളാണെങ്കിൽ എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസ് ഉണ്ട് 3 ലക്ഷം, അതുപോലെ സാലറി ഇൻകം ഉണ്ട് 5 ലക്ഷം. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസ് സാലറി ഇൻകം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് പറ്റില്ല. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസുകൾ നിങ്ങൾ വേറൊരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യരുത്. പകരം ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഭാവിയിലുള്ള ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് ഇൻകവുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. സോ അസസി 115 BAC എടുത്തിട്ടുള്ള ആളാണെങ്കിൽ രണ്ടാമത്തെ ഡിഫറൻസ് ഇൻ റെസ്പെക്ട് ടു ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസ് വേറൊരു ഹെഡിലെ ഇൻകവുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നോർമൽ കേസിൽ 2 വരെ പറ്റും. BAC എടുത്തിട്ടുള്ള കേസാണെങ്കിൽ 2 വരെയും പറ്റില്ല. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ₹1 ലോസ് പോലെ നിങ്ങൾ വേറൊരു ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യരുത്. ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ലോസിനെ നിങ്ങൾ ഭാവിയിലേക്ക് എന്ത് ചെയ്യുക? ക്യാരി ഫോർവേഡ് ചെയ്ത് ഭാവി ഇൻകവുമായിട്ട് അതിനെ എന്ത് ചെയ്യുക? സെറ്റ് ഓഫ് ചെയ്യുക. ദിസ് ഇസ് വാട്ട് ദ ഡിപ്പാർട്ട്മെന്റ് സേസ്. സോ ഫ്രണ്ട്സ് ശ്രദ്ധിച്ചേ, പോയിന്റ് സിമ്പിളാണ്. 2 ചേഞ്ചസ് ആണ് BAC എടുത്താൽ. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഹൗസ് സെൽഫ് ഓക്കുപൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ഓൺ ലോൺ റിഡക്ഷൻ കിട്ടില്ല. 2 ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ലോസ് ഉണ്ടെങ്കിൽ അത് വേറൊരു ഹെഡിൽ ഇൻകവുമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. എന്തെടുത്താൽ? BAC എടുത്താൽ. ഇതല്ലാതെ BACയും ഓൾഡ് സ്ലാബ് റേറ്റും എടുക്കുന്നവന് കമ്പ്യൂട്ടേഷനിൽ വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. ആ സെൽഫ് ഓക്കുപൈഡ് ഹൗസ് പ്രോപ്പർട്ടിയും പിന്നെ ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റും അല്ലാതെ വേറെ യാതൊരു അഡ്ജസ്റ്റ്മെന്റും വ്യത്യാസം ഇല്ല എന്ന് മനസ്സിലാക്കുക. സോ ഐ ഹോപ്പ് ദ തിയറി ഈസ് ക്ലിയർ. അപ്പൊ ഇത്രയും പറയുമ്പോൾ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് തിയറി മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു. അപ്പൊ നമുക്ക് പഠിച്ച തിയറി വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ഇത് RTP മെയ് 2022 2022 മെയ് റിവിഷൻ ടെസ്റ്റ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കാം. മിസ്റ്റർ ആകാശ് ഓൺസ് എ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി whose municipal value, fair and standard rent are given in the question. House has 2 independent units. Unit 1, 25% of the floor area is utilized for the purpose of his profession. അപ്പോൾ വീടിന്റെ 25% അവൻ പ്രൊഫഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് യൂണിറ്റ് 2, 75% of the floor area is let out for residential purpose at monthly rent of 8,500. So municipal taxes 8% of municipal value were paid during the year by Mr. Akash. He made the following payments in respect of the house property during the previous year 24-25. In the light and water charges, repairs given, interest on loan taken for repair of the property is given. Then Mr. Akash has taken a loan of rupees 5 lakh in July 2018 for the construction of the above house property. Construction was completed on 30th June 2021. He paid interest at 12% per annum and every month such interest was paid. No repayment of repayment of loan has been made so far. Income from Akash from his profession amounted to 8 lakh during the year without debiting the housing rent and other incidental expenditure, including admissible depreciation of 8,000 on the proportion of house used for profession. Determine the gross total income of Akash for the assessment year 25-26, ignoring the provisions of section 115 BAC. അപ്പോൾ ഇവൻ BAC ഓപ്റ്റ് ചെയ്ത ആളല്ല. സോ ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത, ഇവിടെ അവൻ ഒരു വീടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. സോ ഹി ഹാസ് എ ഹൗസ് പ്രോപ്പർട്ടി. ആ വീടിന്റെ ഒരു പോർഷൻ, ആ വീട് അവന്മാർ എങ്ങനെ പ്രസന്റ് ചെയ്തേക്കുന്നത്? അതിൽ 75% ഓഫ് ദ ഫ്ലോർ ഏരിയ ലെറ്റ് ഔട്ട് ചെയ്തേക്കാണ് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി. 25% ഓഫ് ദ ഫ്ലോർ ഏരിയ അവന്റെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ 25% ഇവൻ പ്രൊഫഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ വീടിന്റെ 75% ഇവൻ എന്തും ചെയ്തു? ലെറ്റ് ഔട്ടും ചെയ്തു. അപ്പോൾ പ്രോപ്പർട്ടി വേറെ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ യൂസ്ഡ് ഫോർ പ്രൊഫഷൻ എന്ന് പറയാം. അപ്പൊ ഈ പ്രൊഫഷന് വേണ്ടി ഉപയോഗിച്ച 25% ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലേ വരികയല്ല. അത് എങ്ങോട്ടേക്ക് പോകണം? അത് PGBPയിൽ വരണം. കാരണം നിങ്ങൾ ബിസിനസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പോർഷൻ ആണല്ലോ. ഈ 75% ലെറ്റ് ഔട്ട് ചെയ്ത പോർഷനെ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ എന്തും ചെയ്യണം? കമ്പ്യൂട്ടേഷനും ചെയ്യണം. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. അപ്പൊ ഇത് PGBPയിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പോർഷൻ PGBPയിലോട്ടും പോകും കമ്പ്യൂട്ടേഷൻ, റിമൈനിങ് പോർഷൻ ഹൗസ് പ്രോപ്പർട്ടിയിലോട്ടും വരും. സോ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പോർഷൻ ലെറ്റ് ഔട്ട് ആൻഡ് ദ റിമൈനിങ് പോർഷൻ യൂസ്ഡ് ഫോർ ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ വന്നാൽ എങ്ങനെ കമ്പ്യൂട്ടേഷൻ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് അതിന്റെ കംപ്ലീറ്റ് കമ്പ്യൂട്ടേഷൻ ഒന്ന് ചെയ്യാം. ശ്രദ്ധിച്ചേ, നമുക്ക് ഇതിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ ലെറ്റ് ഔട്ട് ചെയ്ത പോർഷന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഡു ദാറ്റ് ലെറ്റ് ഔട്ട് പോർഷൻ. ഓക്കെ,
അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലെ ആ കമ്പ്യൂട്ടേഷന് നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. സോ അവർ പറയുന്നത് എന്താ, 75% പോർഷൻ ലെറ്റ് ഔട്ട് ചെയ്തു എന്നാണ് അവന്മാർ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ അത് അവന്മാർ പറഞ്ഞതനുസരിച്ച് നമുക്ക് അതിനകത്ത് കമ്പ്യൂട്ടേഷനും ചെയ്യാം. ശ്രദ്ധിക്കുക, 75% അവന്മാർ ലെറ്റ് ഔട്ട് ചെയ്തു റെസിഡൻഷ്യൽ പർപ്പസ് അറ്റ് മന്ത്ലി റെൻറ്റ് ഓഫ് 8,500. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോപ്പർട്ടിയുടെ മൊത്തം ഫെയർ റെൻറ്റും മുനിസിപ്പൽ വാല്യൂവും കമ്പയർ ചെയ്ത് ഹയർ എടുക്കാം. ഫെയർ റെൻറ്റ് 170, മുനിസിപ്പൽ വാല്യൂ 760, ഹയർ ഏതാ 1,70,000. ആ 170 ആ പ്രോപ്പർട്ടിയുടെ മൊത്തം സ്റ്റാൻഡേർഡ് റെൻറ്റും കമ്പയർ ചെയ്യാം 190. എന്നിട്ട് ഏതെടുക്കാം, ലോവർ എടുക്കാം. സോ ലോവർ വിൽ ബി ഓബിയസ്ലി 170 ആണ് മൊത്തം പ്രോപ്പർട്ടിയുടെ ലോവർ ഫിഗർ വരുന്നത്. ഇനി അതിൻ്റെ 75% അല്ലേ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, 1,70,000 ഇൻറ്റു 75% ഇറ്റ് വിൽ ബി 1,27,500. സോ ദിസ് ഇസ് ദ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓഫ് ദ ലെറ്റ് ഔട്ട് പോർഷൻ. ലെറ്റ് ഔട്ട് പോർഷൻ്റെ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് 127,500 വരും. സോ നമുക്ക് അങ്ങനെ തന്നെ കമ്പ്യൂട്ടേഷൻ ചെയ്യാം. സോ ഇൻകം ഫ്രം ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട്, സോ ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് and expected rent of that 75% portion shall be 127,500. 127,500 വരും. ഇനി ആ പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ റെന്റ്, ആ പോർഷൻ്റെ ആക്ച്വൽ റെന്റ് എത്ര വരുന്നത് നമുക്ക് നോക്കാം. 8,500 റുപ്പീസിൻ്റെ റെന്റിന് കൊടുത്തു എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ആ 8,500 ഇൻറ്റു 12, 8,500. അവിടെ വേറെ ഒന്നും പറയുന്നില്ല, അപ്പോൾ 12 മാസം കൊടുത്തിട്ടുണ്ടാവും. സോ 8,500 ഇൻറ്റു 12 ഇറ്റ് വിൽ ബി so 8,500 into 12 and that will give you 1,02,000 rupees വരും. 1,02,000 rupees വരും. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏതാ നമ്മൾ പിക്ക് ചെയ്യേണ്ടത്, വിച്ച് എവർ ഇസ് ഹയർ ആണ് പിക്ക് ചെയ്യേണ്ടത്. സോ ദാറ്റ് വിൽ ബി 127,500 ഷാൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദാറ്റ് റെസ്പെക്ട് പ്രോപ്പർട്ടി. അതിനകത്ത് നമുക്ക് പ്രൊപ്പോർഷനേറ്റ് മുനിസിപ്പൽ ടാക്സ് അടച്ചതിന് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി മുനിസിപ്പൽ ടാക്സ് എത്ര അടച്ചിരിക്കുന്നതെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 8% ഓഫ് ദ മുനിസിപ്പൽ വാല്യൂ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1,60,000 ആണ്. 1,60,60,000 8% മൊത്തം മുനിസിപ്പൽ ടാക്സ് അടച്ചത്. സോ 1,60,60,000 8% എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 12,800. മൊത്തം 12,800 വരും. അതിൻ്റെ 75% പോർഷനാണ് നമുക്ക് വീട് ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് വരിക. സോ 12,800-ൻ്റെ 75% പോർഷൻ എന്ന് പറയുമ്പോൾ 9,600 റുപ്പീസ് വരും. സോ അതാണ് ആ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പോർഷൻ്റെ പ്രൊപ്പോർഷനേറ്റ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്ര വരും, 9,600 നമുക്ക് റിഡക്ഷൻ എടുക്കാം. സോ 9,600 മൈനസ് 127,500 ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു 117,900 ആസ് ദ NAV. 117,900 ആയിരിക്കും അതിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ. അതിന് 30% നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ 30% എന്ന് പറയുമ്പോൾ 35,370 വരും. അതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇനി അത് കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോണിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് അവിടെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കമ്പ്യൂട്ടേഷൻ ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യാം. ശ്രദ്ധിച്ചേ, അപ്പോൾ മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റനിൽ എത്ര പറഞ്ഞിരിക്കുന്നത്, അവന്മാർ അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ലോൺ എടുത്ത കഥ ഉൾപ്പെടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൻ ഫോർ ദ റിപ്പയർ ഓഫ് ദ പ്രോപ്പർട്ടി 36,000. Mr. Akash has taken a loan of 5 lakh in July 2018 for construction of the above house, and the construction was completed on 30th June 2021. He paid an interest of 12% per annum and every month such interest was paid. അപ്പോൾ 2 ലോൺ ഉണ്ട്, ഒന്ന് റിപ്പയറിനും എടുത്തിട്ടുണ്ട്, അതുകൂടാതെ കൺസ്ട്രക്ഷന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇൻട്രസ്റ്റ് ടെക്നിക്കലി ഇവിടെ വരുന്നുണ്ട്. ഒന്ന് ഫോർ ദ റിപ്പയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഫോർ കൺസ്ട്രക്ഷൻ. ആദ്യം നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടി എടുത്ത ലോണിനെ ഡീൽ ചെയ്യാം. ലോൺ എടുത്തത് ജൂലൈ 2018. സോ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വരയ്ക്കാം. സോ ലോൺ എടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 ജൂലൈ എന്ന് വിളിക്കാം. ഡേറ്റ് പറയാത്തതുകൊണ്ട് 1 ജൂലൈ 2018 ലോൺ എടുത്തു. എത്ര ലോൺ എടുത്തേക്കുന്നത്, 5 ലക്ഷം. അതിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% അവന്മാർ പറഞ്ഞിരിക്കുന്നത്. പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആയത് ഏത് പോയിന്റിലാണെന്ന് നോക്കിയേ. കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് ഓൺ 30th June 2021. 30th June 2021 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ആയത് 30th June 2021. അപ്പോൾ കംപ്ലീഷൻ ഇയർ എന്ന് പറയുന്നത് 2021-22. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 2018 ജൂലൈ തൊട്ട്
എന്നുവരെ വരും 31 മാർച്ച് 2021 വരെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ദിസ് ഇസ് ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ഇനി പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 21-22 തൊട്ട് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡാണ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ മൊത്തം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? അപ്പോൾ 1 ജൂലൈ 2018 ഡേറ്റ് ഇവന്മാർ ക്വസ്റ്റ്യനിൽ വേറെ മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണേ. ജൂലൈയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഡേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ജൂലൈ 1 തീയതി തൊട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യാം. അപ്പോൾ ജൂലൈ തൊട്ടിട്ട് അവന്മാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് 1 ജൂലൈ 2018 തൊട്ട് 31 മാർച്ച് 2021 വരെ എത്ര മാസം പ്രീ കൺസ്ട്രക്ഷൻ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ജൂലൈ 18 തൊട്ട് മാർച്ച് 19 വരെ 9 മാസം. ഓക്കെ, മാർച്ച് 19 തൊട്ട് മാർച്ച് 20 വരെ 12 മാസം. മാർച്ച് 20 തൊട്ട് മാർച്ച് 21 വരെ അനദർ 12 മാസം. സോ 9, 12, 12 എന്ന് പറയുമ്പോൾ 33 മാസം വരും. 33 മാസമാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ്. ഇവിടെ പ്രിൻസിപ്പൾ ഒന്നും റീപേ ചെയ്തിട്ടില്ല എന്ന് ക്വസ്റ്റനിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മൊത്തം 5 ലക്ഷം രൂപ ലോൺ എമൗണ്ട്, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12%, 33 മാസത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 33 മാസം ഡിവൈഡഡ് ബൈ 12 മാസം. അപ്പം നമുക്ക് 33 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അത് എത്ര വരും നോക്കിയേ? 5 lakh into 12% into 33/12 will be 1,65,000. 1,65,000 രൂപ വരും മൊത്തം 33 മാസത്തെ ഇൻട്രസ്റ്റ്. ഇനി ഇതിനെ നിങ്ങൾക്ക് 21-22 തൊട്ട് പോസ്റ്റ് കൺസ്ട്രക്ഷനാണ്. 21-22, 22-23, 23-24, 24-25 റെലവൻറ്റ് PY, 25-26. അപ്പോൾ 1, 2, 3, 4, 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 1,65,000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 33,000 രൂപ വരും. 2024-25 അതിൻ്റെ 1/5 എന്ന് പറയുന്ന 1,65,000 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് വിൽ ബി 33,000 പ്ലസ് കറണ്ട് ഇയർ ഇൻട്രസ്റ്റ്. കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഒന്നും തിരിച്ചടയ്ക്കാത്ത കാരണം 12% തന്നെ ഉണ്ട്. സോ 5 lakhs into 12% വിൽ ബി 60,000. സോ ആ 33,000 16 കൂടെ കൂട്ടി മൊത്തം എത്ര വരും? സോ ദാറ്റ് വിൽ ബി 33,000 പ്ലസ് 60,000 ആൻഡ് ദാറ്റ് വിൽ ബി 93,000. മൊത്തം 93,000 രൂപ പോസ്റ്റും പ്രീയും കൂടെ കൂട്ടി മൊത്തം പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് വരും. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ 93,000 രൂപ മൊത്തം പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റാണ് അല്ലേ, പ്രീയും പോസ്റ്റും കൂടെ കൂട്ടി. അതിൻ്റെ 75% ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? ലെറ്റ് ഔട്ടിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ എത്ര വരും? 69,750 റുപ്പീസ് വരും. 69,750 രൂപ അതിൻ്റെ പോർഷൻ വരും എന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു കൺസിഡർ. ഇനി കഴിഞ്ഞിട്ടില്ല, ഈ പ്രോപ്പർട്ടിക്ക് ഒരു ലോൺ കൂടെ എടുത്തിട്ടുണ്ട്. അതായത് റിപ്പയറിന് വേണ്ടി ഒരു ലോൺ എടുത്തിട്ടില്ലേ? ലെറ്റ് ഔട്ട് പോർഷൻ അല്ല, അതിൻ്റെ ഇൻട്രസ്റ്റ് 36,000 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ 2 ലോൺ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. മൊത്തം ഇൻട്രസ്റ്റ് റിപ്പയറിന് വേണ്ടി എടുത്ത മൊത്തം ഇൻട്രസ്റ്റ് 36,000, അതിൻ്റെ 75% നമ്മൾ ലെറ്റ് ഔട്ട് പോർഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ 36,000 ഇസ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഫോർ റിപ്പയർ ഇൻറ്റു 75%, ദാറ്റ് വിൽ ബി 27,000. 27,000 വരും. അവിടെ വേറെ സീലിംഗ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല, കാരണം അത് ലെറ്റ് ഔട്ട് പോർഷനാണ്. സോ 27,000 കൂടെ നമ്മുടെ ഇൻട്രസ്റ്റിനകത്തേക്ക് കയറി വരും. സോ 29,750 പ്ലസ് 27,000. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പ്ലസ് 69,750 പ്ലസ് 27,000 മൊത്തം 96,750 റുപ്പീസ് വരും നമ്മുടെ എന്ത്, ആ ലെറ്റ് ഔട്ട് പോർഷൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 96,750 റുപ്പീസ് നമുക്ക് റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ അതുകൂടെ നമ്മൾ റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്താൽ ബാക്കി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര വരും നോക്കിയേ. നമുക്ക് നോക്കാം. 1,17,900 മൈനസ് 35,370 മൈനസ് 96,750 ആൻഡ് ദാറ്റ് വിൽ ബി ലോസ്. അവിടെ ലോസ് ആണ് വരിക. 14,220 ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് വരിക. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് നമുക്കവിടെ വരിക. ഇനി കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ്. ഇവന് PGBP ഇൻകം വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കമ്പ്യൂട്ട് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യനിൽ വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി ലൈറ്റ് ആൻഡ് വാട്ടർ ചാർജസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ഷൻ കിട്ടില്ല. റിപ്പയർ ഉണ്ട്, ഡിഡക്ഷൻ കിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ ഡിഡക്ഷൻ എടുത്തു. കൺസ്ട്രക്ഷന് വേണ്ടി എടുത്ത ലോണിന് നമ്മൾ ഡിഡക്ഷൻ എടുത്തു. ഇവൻ്റെ ഇൻകം ഓഫ് മിസ്റ്റർ ആകാശ് ഫ്രം പ്രൊഫഷൻ എമൗണ്ടഡ് ടു 8 lakh ഡ്യൂറിംഗ് ദി ഇയർ വിത്തൗട്ട് ഡെബിറ്റിംഗ് ഹൗസ് റെന്റ് ആൻഡ് അതർ ഇൻസിഡന്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിംഗ് അഡ്മിസിബിൾ ഡിപ്രിസിയേഷൻ ഓഫ് 8,000 ഓൺ പോർഷൻ ഓഫ് ഹൗസ് യൂസ്ഡ് ഫോർ പ്രൊഫഷൻ. ഡിഡക്ഷൻ ഒന്നും എടുക്കാതെ അവൻ്റെ ഗ്രോസ് ഇൻകം ഫ്രം പ്രൊഫഷൻ 8 ലക്ഷമാണെന്ന ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. സോ അവൻ്റെ PGBP
PGBPയിലെ ഗ്രോസ് ഇൻകം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയത്? 8 ലക്ഷം. അപ്പോൾ ആ വീടിന്റെ 25% അവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്? അവൻ്റെ പ്രൊഫഷന് വേണ്ടിയല്ലേ ഉപയോഗിച്ചേക്കണേ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് വീടിന് വേണ്ടി ലൈറ്റ് ആൻഡ് വാട്ടർ ചാർജസ് അവൻ കൊടുത്തിട്ടുണ്ട്. PGBPയിൽ വരുമ്പോൾ നമുക്ക് വീടിന് വേണ്ടി ആ വീടിന്റെ എന്താ പറയുക, മെയിൻ്റനൻസിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും റിഡക്ഷൻ എടുക്കാം. അപ്പോൾ മൊത്തം ലൈറ്റ് ആൻഡ് വാട്ടർ ചാർജസ് എത്രയെന്ന് നോക്കിയേ. ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ ലൈറ്റ് ആൻഡ് വാട്ടർ ചാർജസ്? 2000. അതിൻ്റെ 25% നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ 2000ന്റെ 25% നിങ്ങൾ റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടിയിലെ റെസ്ട്രിക്ഷൻ, PGBPയിലേക്ക് വരുന്ന പോർഷൻ വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. സോ 2000 × 25% ദാറ്റ് വിൽ ബി 500 rupees. 500 രൂപ നിങ്ങൾക്ക് ലൈറ്റ് ആൻഡ് വാട്ടർ ചാർജസ് റിഡക്ഷൻ എടുക്കാം, കുഴപ്പമില്ല. ദെൻ അടുത്തത് റിപ്പയർ, 1,45,000. 75% പോർഷൻ റിഡക്ഷൻ കിട്ടില്ല, കാരണം എല്ലാം കൂടെ കൂട്ടിയ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ. പക്ഷേ 25% PGBP ആണല്ലോ, അതിൽ നിങ്ങൾക്ക് റിഡക്ഷൻ എടുക്കാം. സോ 1,45,000 ഇസ് ദ ടോട്ടൽ റിപ്പയർ. അതിൻ്റെ 25% നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ 25% ഓഫ് ദാറ്റ് വിൽ ബി 36,250. അപ്പോൾ ഈ റിപ്പയറിൽ 36,250 25% പോർഷൻ ആണ്. അതിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ 36,250. റിപ്പയറിന്റെ പ്രൊപ്പോർഷനേറ്റ് പോർഷൻ 36,250. PGBPയിലെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടിയിലാണ് വേറെ റിഡക്ഷൻ ഒന്നും എടുക്കരുതെന്ന് പറയുന്നത്. ദെൻ അടുത്ത എന്താ ഐറ്റം? അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ലോൺ റിപ്പയർ. അതിന് 25% റിഡക്ഷൻ എടുക്കാമല്ലോ. സോ റിപ്പയറിന് വേണ്ടി നിങ്ങൾ മൊത്തം എടുത്തിട്ടുള്ള ലോണിന്റെ ഇൻട്രസ്റ്റ് 36,000 ആണ്, 36,000. അതിൻ്റെയും 25% നിങ്ങൾക്ക് റിഡക്ഷൻ എടുക്കാം. ദാറ്റ് വിൽ ബി 9,000. 9,000 rupeesന് നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. സോ 9,000 ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ റിപ്പയർ 9,000. ഇനി അത് കൂടാതെ കൺസ്ട്രക്ഷന് വേണ്ടി നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെയും പ്രൊപ്പോർഷനേറ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ മൊത്തം എടുത്തിട്ടുള്ള ലോണിന്റെ പ്രൊപ്പോർഷനേറ്റിന് നമുക്ക് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ശ്രദ്ധിച്ചേ. പിന്നെ PGBPയിൽ റിഡക്ഷൻ എടുക്കുമ്പോഴേ കൺസ്ട്രക്ഷന് വേണ്ടി മൊത്തം എടുത്ത ലോൺ 5 ലക്ഷം അല്ലേ, അതിന്റെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 12% അല്ലേ, അതിന്റെ 25% റിഡക്ഷൻ എടുക്കുക. അവിടെ പ്രീം പോസ്റ്റ് ഒന്നുമില്ല. PGBPയിൽ ദർ ഇസ് നത്തിങ് കോൾഡ് പ്രീ ആൻഡ് പോസ്റ്റ്. കറന്റ് ഇയർ ഇൻട്രസ്റ്റിന്റെ പ്രൊപ്പോർഷനേറ്റ് പോർഷൻ നിങ്ങൾക്ക് PGBPയിൽ റിഡക്ഷൻ എടുക്കാം. സോ 5 lakh into 12% into 25%. സോ ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് എത്ര വരും? അത് എക്സാക്ട്ലി 15,000 rupees ആണ് വരിക. സോ 15,000 നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി അത് കൂടാതെ നമുക്ക് PGBPയിൽ ഡിപ്രിസിയേഷൻ കിട്ടുമല്ലോ, അത് അവർ കമ്പ്യൂട്ട് ചെയ്ത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അഡ്മിസിബിൾ ഡിപ്രിസിയേഷൻ 8,000 ഓൺ ദ പോർഷൻ ഓഫ് ദ ഹൗസ്. മൊത്തം വീടിന്റെ അല്ല, ആ 25% പ്രൊപ്പോർഷനേറ്റ് ഡിപ്രിസിയേഷൻ 8,000 ആണെന്ന് ക്വസ്റ്റനിൽ കമ്പ്യൂട്ട് തന്നിട്ടുണ്ട്. സോ ആ ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് റിഡക്ഷൻ എടുക്കാം 8,000. അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞാലേ ബാക്കി PGBP ഇൻകം, നമ്മൾ PGBPയുടെ റിവിഷൻ വന്നിട്ടില്ല, അത് നമുക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഇൻകം ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം. സോ -500 -36,250 -9,000 then -15,000 then -8,000 and that will be എത്ര വരും? 731,250. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ കുറയ്ക്കാൻ വിട്ടുപോയി. മുനിസിപ്പൽ ടാക്സ് ഉണ്ടല്ലോ, മുനിസിപ്പൽ ടാക്സിൻ്റെയും പ്രൊപ്പോർഷൻ നമുക്ക് റിഡക്ഷൻ കിട്ടും. ഓക്കെ, മൊത്തം മുനിസിപ്പൽ ടാക്സ് എത്ര വന്നേക്കുന്നത്? മുനിസിപ്പൽ വാല്യൂ 1,60,000 ആയിരുന്നു. അതിൻ്റെ എത്രയായിരുന്നു മുനിസിപ്പൽ ടാക്സ്? ശ്രദ്ധിച്ച ഫ്രണ്ട്സ്, മുനിസിപ്പൽ ടാക്സ് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവന്മാർ പറഞ്ഞിരിക്കുന്ന ഫിഗർ എത്രയാണ്? 8% എന്നല്ല പറഞ്ഞേക്കുന്നത്. സോ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പോൾ 1,60,000 8% 25%. ഓക്കെ, സോ 1,60,000 into 8% into 25%, ദാറ്റ് വിൽ ഗിവ് യു 3,200. ഒരു 3,200 കൂടെ വരും കേട്ടോ, അതും കൂടെ നിങ്ങൾ കുറയ്ക്കണം. സോ ഇതെല്ലാം കൂടെ കുറയ്ക്കുമ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. സോ ഇതെല്ലാം കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന ഫിഗർ 7,28,050 rupees ആണ് വരിക. അപ്പോൾ ഈ 7,28,050 rupees നമുക്ക് PGBP ഇൻകം വന്നു. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസ് ഉണ്ട് 14,220. ഇവിടെ ഇവര് ഓൾഡ് സ്ലാബ് പ്രകാരം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് അവർക്ക് അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേ നെറ്റ് ഇൻകം, ടോട്ടൽ ഇൻകം എത്ര വരും ആഫ്റ്റർ ദ സെറ്റ് ഓഫ്? സോ -14,220. 2 ലക്ഷം രൂപ വരെയുള്ള സെറ്റ് ഓഫ് ചെയ്യാം. സോ 7,13,830 വിൽ ബി ദ നെറ്റ് ഇൻകം ഫ്രം PGBP. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസും കൂടെ സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ഇൻകം ആയിട്ട് 7,13,830 ആണ് വരിക. സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ യു.
അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നവംബർ 2019 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഇപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മളൊരു കഴിഞ്ഞൊരു 10 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഹൗസ് പ്രോപ്പർട്ടിയിലെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവര് ടോട്ടൽ ഇൻകം ഒന്നിലെ MCQ ആയിട്ട് ഇടും, അല്ലെങ്കിൽ ഇവര് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, നമ്മൾ 5 ഹെഡിലെ കമ്പ്യൂട്ടേഷൻ വരുന്ന ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടായിരിക്കും ഇത് ചോദിക്കുക. സോ ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ച 1-2 നല്ല ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എടുത്ത് ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ക്വസ്റ്റ്യൻ 2 ഒന്ന് വായിച്ചിട്ട് അതിന് ആൻസർ കൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. മിസ്റ്റർ ജഗദീഷ്, ഏജ് 61 years, has set up his business in Thailand and is residing in Thailand since last 20 years. അപ്പോൾ ഇവന് ബിസിനസ് തായ്ലൻഡ് ആണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവൻ എവിടെയാണ്? ഇവൻ തായ്ലൻഡിലാണ് എന്നും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. He owns a house property in Bangkok. Half of the house is used as his residence and the half is given on rent, and such rent received converted in Indian rupees is 6 lakh. The annual value of the house in Thailand is 50 lakh, that is converted into INR. ഇവന് തായ്ലൻഡിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അവന്മാരോട് തന്നിരിക്കുന്നത്. He purchased a flat in Pune during financial year 2021, which has been given on monthly rent of 27,500. ഇവന് തായ്ലൻഡിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്. അതുകൂടാതെ ഇവന് പൂനെയിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് മന്ത്ലി റെന്റ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഒരെണ്ണം തായ്ലൻഡിലുള്ള പ്രോപ്പർട്ടി സെൽഫ് ഒക്കുപ്പൈഡ് അല്ല കേട്ടോ, അതും റെന്റ് ആണ്, ഗിവൺ ഓൺ റെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. തായ്ലൻഡിലുള്ള പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, ഇവന് പൂനെയിലുള്ള പ്രോപ്പർട്ടി ഇവൻ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ആനുവൽ പ്രോപ്പർട്ടി ടാക്സ് ഓഫ് പൂനെ ഫ്ലാറ്റ് 40,000 വിച്ച് ഇസ് പെയ്ഡ് ബൈ ജഗദീഷ് വെനെവർ ഹി കംസ് ടു ഇന്ത്യ. ഇവൻ ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ ടാക്സ്, ആനുവൽ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത്. മിസ്റ്റർ ജഗദീഷ് ഹാസ് വിസിറ്റഡ് ഇന്ത്യ ഇൻ July 2023. He has taken a loan from Union Bank of India for the purchase of Pune flat amounting to 15 lakh. അപ്പോൾ ലോൺ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ടച്ച് ലോൺ ഫോർ 24-25 is 84,000. However, interest for the March 25 quarter has not been paid by Mr. Jagdish. അപ്പോൾ ഈ റെസ്പെക്റ്റീവ് ഇയറിലെ അവൻ കുറച്ച് പോർഷൻ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ലോണിന് അത് പേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് ആണ് ആക്ച്വൽ പേ ചെയ്താൽ മാത്രം ഡിഡക്ഷൻ കിട്ടുള്ളൂ നമ്മൾ പറഞ്ഞത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെങ്കിൽ അത് പേബിൾ എൻട്രി ഇട്ട് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? അല്ലെങ്കിൽ പേബിൾ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ലോണുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അത് ആക്ച്വലി പേ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഹാഡ് എ ഹൗസ് ഇൻ ജയ്പൂർ വിച്ച് ഹാസ് സോൾഡ് ഇൻ May 2020. ജയ്പൂരിൽ ഒരു വീടുണ്ടായിരുന്നത് May 2020 വിറ്റു. ഇൻ റെസ്പെക്ട് ഹൗസ് ഈസ് റിസീവ്ഡ് അരിയർ ഓഫ് റെന്റ്. അപ്പോൾ വീട് പേരിലില്ല, ജയ്പൂർ വീട് വിറ്റു, ആ വിറ്റ വീടിന് അരിയർ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ ടാക്സ് ചെയ്യണം. നോട്ട് ടാക്സ്ഡ് ഏർലിയർ, നേരത്തെ അത് ടാക്സ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഓൾസോ ഡിറൈവ്ഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇവന് കൂടാതെ വേറെയും കുറേ ഇൻകം ഉണ്ട്. ബിസിനസ് ഇൻകം ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻകം ഫ്രം ആപ്പിൾ ഓർക്കിഡ് ഇൻ നേപ്പാൾ ഗിവൺ ഓൺ കോൺട്രാക്ട്. ഇവൻ എന്തോ അഗ്രികൾച്ചറൽ ഇൻകം, ആപ്പിൾ ഓർക്കിഡ് കോൺട്രാക്ട് എന്നുള്ള ഇൻകം ഉണ്ട്. കമ്പ്യൂട്ട് ഇസ് ടോട്ടൽ ഇൻകം ഓഫ് ജഗദീഷ് ഫോർ അസസ്മെന്റ് ഇയർ 25-26 ചാർജബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരാണ് ജഗദീഷ്? ജഗദീഷ് ബേസിക്കലി കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് തായ്ലൻഡിൽ താമസിക്കുന്ന ആളാണ്. റിസൈഡിങ് ഇൻ തായ്ലൻഡ് ഫോർ ദ പാസ്റ്റ് 20 years. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജഗദീഷ് ഈ വർഷം ഒരു നോൺ റെസിഡൻ്റാണ് ഇന്ത്യയിൽ. ഇയാൾ ഇന്ത്യയിൽ ഒരു നോൺ റെസിഡൻ്റ് ആണ് അല്ലേ? ഒരു നോൺ റെസിഡന്റിന്റെ എന്തൊക്കെ ഇൻകമാണ് ഇന്ത്യയിൽ ടാക്സബിൾ ആവുന്നത്? അക്രൂഡ് ഇൻ ഇന്ത്യ ഓർ ഫസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഒരു നോൺ റെസിഡന്റിന് ഒരു ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതൊന്നിലെ അക്രൂവ് ചെയ്ത് ഇന്ത്യയിലായിരിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് റിസീവ് ചെയ്ത് ഇന്ത്യയിലായിരിക്കണം. സോ ഇത് പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ എന്ത് തുടങ്ങാൻ, ആൻസറിങ് തുടങ്ങാൻ. ശ്രദ്ധിച്ചേ. അപ്പോൾ നമുക്ക് ആദ്യം മിസ്റ്റർ ജഗദീഷ് ഒരു നോൺ റെസിഡന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തു. കാരണം അയാൾ ഇന്ത്യ വിസിറ്റേ ചെയ്തിട്ടില്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് അയാൾ ഇന്ത്യ കണ്ടിട്ടില്ല. ബേസിക്കലി ഇയാൾ ഒരു നോൺ റെസിഡന്റ് ആണ്. അപ്പോൾ ഇയാളുടെ എന്തൊക്കെ ഇൻകത്തിനെ നമ്മൾ ഇന്ത്യയിൽ ടാക്സ് ചെയ്യണ്ട, ദാറ്റ്സ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ് നൗ. അപ്പോൾ നമുക്കറിയാം, ഒരാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആവണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ 182 days ഓർ മോർ സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ 60 + 365 ഒക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിന്റെ വീഡിയോയിൽ കണ്ടതാണ്. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുക. അപ്പോൾ ഇയാൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്ത്യ കണ്ടിട്ടേ ഇല്ല. ഇയാൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇന്ത്യ വിസിറ്റ് ചെയ്ത് പോയി എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇയാൾ 2023 ജൂലൈയിൽ ഒന്ന് വന്നു പോയിട്ടുണ്ട്, പക്ഷേ നമ്പർ ഓഫ് ഡേയ്സ് ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഡേയ്സ് ഇല്ല, 1-2 ദിവസം ഇന്ത്യയിൽ വന്ന് പോയിട്ടുണ്ടാവാം, അത്രേ ഉള്ളൂ. വേറെ ഇൻഫർമേഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. സോ ഇയാളുടെ ബേസിക് സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിലേ ഇയാൾക്ക് ആദ്യം തായ്ലൻഡിൽ ഒരു പ്രോപ്പർട്ടി ഇല്ലേ, സോ തായ് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി ശരിക്കും ലെറ്റ് ഔട്ട് ആണ്. പക്ഷേ ഇയാൾ നോൺ റെസിഡന്റ് ആയതുകൊണ്ടേ ആ പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണെങ്കിൽ അത് ഒന്നിലെ അക്രൂഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. പ്രോപ്പർട്ടി തായ്ലൻഡിലാണ്, അപ്പോൾ അക്രൂവൽ എവിടെയാണ്? തായ്ലൻഡിലാണ്. അല്ലെങ്കിൽ അതിൻ്റെ റെന്റ് ഇന്ത്യയിൽ കിട്ടണം. റെന്റ് ഇന്ത്യയിലാണോ കിട്ടിയത്?
അല്ലല്ലോ. നോക്കിയേ ക്വസ്റ്റൻ എന്താ പറയുന്നത് നോക്കിയേ. അവന്മാർ ക്വസ്റ്റനിൽ പറയുന്നു ഗിവൺ ഓൺ റെന്റ് സച്ച് റെന്റ് റിസീവ്ഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ₹6 lakh എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റെന്റ് കിട്ടുന്ന ഓബിയസ്ലി തായ്ലൻഡിലായിരിക്കും, പ്രോപ്പർട്ടി തായ്ലൻഡിലാണല്ലോ. അപ്പോൾ റെന്റ് കിട്ടിയതും തായ്ലൻഡിലാണ്. സോ ആ 6 lakhs ടെക്നിക്കലി ഇന്ത്യയിൽ എന്തല്ല, ടാക്സബിൾ അല്ല. ഇറ്റ് ഇസ് നോട്ട് അക്രൂഡ്, നോട്ട് ഫസ്റ്റ് റിസീവ്ഡ്. സോ നോട്ട് ടാക്സബിൾ. കാരണം സിൻസ് മിസ്റ്റർ ജഗദീഷ് ഇസ് എ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ, ദാറ്റ് ഇൻകം ഇസ് നോട്ട് ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇനി ഇയാൾക്ക് പൂനെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. പൂനെ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയല്ലേ. പക്ഷെ പൂനെ പ്രോപ്പർട്ടിയുടെ ലെറ്റ് ഔട്ട് ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. കാരണം പ്രോപ്പർട്ടി എവിടെയാണ്, പൂനെയിലാണ്, വിച്ച് ഇസ് ഇൻ ഇന്ത്യ. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യണം. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഇൻഫർമേഷൻസ് നമുക്കൊന്ന് നോക്കാം. ആ പ്രോപ്പർട്ടിയുടെ ദ ആനുവൽ പ്രോപ്പർട്ടി ടാക്സ്, ഇവർ പറഞ്ഞിരിക്കുന്ന നോക്കിയേ, ഹി ഹാവ് ഗിവൺ ഓൺ എ മന്ത്ലി റെന്റ് ഓഫ് 27,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫെയർ റെന്റോ മുനിസിപ്പൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റോ ക്വസ്റ്റനിൽ ഇല്ല. അപ്പം നമ്മൾ അതിന്റെ ആക്ച്വൽ റെന്റ് തന്നെ എടുത്തിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എത്ര ആക്ച്വൽ റെന്റ്, 27,500 അല്ല ഇതിന്റെ ആക്ച്വൽ റെന്റ്. സോ 27,500 into 12 എന്ന് പറയുമ്പോൾ എത്ര വരും? സോ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചേ. 27,500 into 12 and that will be 27,500 into 12 എന്ന് പറയുമ്പോൾ 3,30,000 വരും. So 3,30,000 is the actual rent and that shall be deemed to be the gross annual value. കാരണം ഫെയർ റെന്റോ മുനിസിപ്പൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റോ ക്വസ്റ്റനിൽ തന്നിട്ടില്ലെങ്കിൽ അത് ചെയ്യണ്ട, ആക്ച്വൽ റെന്റ് തന്നെ എടുത്താൽ മതി. സോ അതിന്റെ ആക്ച്വൽ റെന്റ് തന്നെ നമ്മൾ GAV ആയിട്ട് എടുക്കുകയാണ്, വേറെ ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട്. സോ ദാറ്റ് വിൽ ബി 3,30,000. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മുനിസിപ്പൽ ടാക്സ് പെയ്ഡിന് എന്ത് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ക്വസ്റ്റനിലെ കുറച്ച് ട്രിക്കിയാ ക്വസ്റ്റ്യൻ. നോക്കിയേ. സോ ആനുവൽ പ്രോപ്പർട്ടി ടാക്സ് ഓഫ് ദ ഫ്ലാറ്റ് 40,000 വിച്ച് ഇസ് പെയ്ഡ് ബൈ ജഗദീഷ് വെൻ എവർ ഹി കംസ് ടു ഇന്ത്യ എന്ന് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ അവൻ ആ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവൻ അവസാനം ഇന്ത്യയിൽ വന്ന് ജൂലൈ 2023. അപ്പോൾ 2024-25 റെലവന്റ് PY ഇവൻ ഇന്ത്യ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവൻ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടുണ്ടോ? ഇല്ല. അവൻ മുനിസിപ്പൽ ടാക്സ് ഇന്ത്യയിൽ വരുമ്പോഴാണ് അടയ്ക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അവൻ അവസാനം വന്ന് ജൂലൈ 2023. 24-25 കാര്യങ്ങളാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 24-25 ഇവൻ ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഡിഡക്ഷനും കിട്ടില്ല. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ എത്ര തന്നെയാണ്? 330 തന്നെയാണ്. അതിന് മുകളിൽ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ക്ലെയിം ചെയ്യാം. എത്ര വരും? 3,30,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും ഫ്രണ്ട്സ്? 99,000 വരും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇനി അത് കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്, അതിന് നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ? ഇൻ റെസ്പെക്ട് ഓഫ് ദിസ് ഹൗസ് ഇവൻ ലോൺ എടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സച്ച് ലോൺ വാസ് 84,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നേരെ കമ്പ്യൂട്ട് ചെയ്ത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 84,000. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയതുകൊണ്ട് വേറെ സീലിംഗ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 84,000 മൊത്തം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. വേറെ കാര്യങ്ങളോ റെസ്ട്രിക്ഷനോ ഒന്നും തന്നെ അതിന് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? 84,000 ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് അവന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് മൊത്തം നമുക്ക് ഡിഡക്ഷനും എടുക്കാം. ഫോർ ദ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ഔട്ട് ആയതുകൊണ്ട് അവിടെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട. 84,000 രൂപയ്ക്ക് മുഴുവൻ ഇൻട്രസ്റ്റിന് മൊത്തം നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. അപ്പോൾ ആ ഡിഡക്ഷനോട് എടുത്താലേ ബാക്കി എത്ര വരും? 3,30,000 നിന്നും നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 99,000 ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 84,000 കൂടെ കുറച്ചാൽ സോ ദ റിമൈനിങ് എമൗണ്ട് വിൽ ബി 1,47,000 വരും. അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ടാക്സബിൾ ആണ്, കാരണം പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്ത് ഇന്ത്യയിലാണ്. ഇനി അത് കൂടാതെ ഇവനൊരു ജയ്പൂർ പ്രോപ്പർട്ടി ഉണ്ട്. ജയ്പൂർ പ്രോപ്പർട്ടി ഇന്ത്യയിലാണല്ലോ, അത് റിലേറ്റഡ് ആയിട്ട് ഇവന് അരിയർ കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര ഇവന് കിട്ടിയ അരിയർ? ക്വസ്റ്റനിലെ ജയ്പൂർ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് ഇയാൾക്ക് അരിയർ കിട്ടിയിട്ടുള്ള 96,000 ആണ്. അത് കിട്ടിയത് ഫെബ്രുവരി 2025. അപ്പോൾ 24-25 പ്രീവിയസ് ഇയറിൻ്റെ ഇടയിലാണ് കിട്ടിയത്. സോ ആ അരിയർ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് ചെയ്യണം. സോ അരിയർ എമൗണ്ട് റിസീവ്ഡ് ഇസ് 96,000. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ കിട്ടുള്ളൂ 30%. ആ പ്രോപ്പർട്ടി പേരിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് ക്ലെയിം ചെയ്യാം. സോ 96,000ൻ്റെ 30% എന്ന് പറയുമ്പോൾ 28,800 വരും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ 28,800 മൈനസ് 96,000 എന്ന് പറയുമ്പോൾ 67,200 വരും. 67,200 ഷാൽ ബി ദ ഇൻകം ഫ്രം അരിയർ ടാക്സബിൾ ആവുന്ന പോർഷൻ എന്ന് പറയുന്നത് 67,200 67,200. അപ്പോൾ രണ്ട് ഇൻകം നമുക്ക് ഓൾറെഡി വന്നു, 147ഉം 67,200ഉം. ഇനി ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നും അവർ പറയുന്നില്ല. ഹീ ഓൾസോ ഡിറൈവ് സം അതർ ഇൻകം, വേറെ കുറേ ഇൻകം ഉണ്ട്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ തായ്ലൻഡ്. അപ്പോൾ നോൺ റെസിഡൻ്റ് ആണ്, തായ്ലൻഡിൽ ബിസിനസ് ഉണ്ട്, അതിൻ്റെ ഇൻകം അവിടെ കിട്ടി. ഇന്ത്യയിൽ ടാക്സബിൾ ആണോ? നോട്ട് ടാക്സബിൾ. അത് ടാക്സബിൾ ആവണമെങ്കിൽ ഒന്നിലെ ഇന്ത്യയിൽ അക്രൂഡ് ആണോ അല്ലെങ്കിൽ ഫസ്റ്റ് റിസീവ്ഡ് ആണോ.
അക്രൂവൽ ഓബിയസ്ലി തായ്ലൻഡിലാണ്, റിസിപ്റ്റും അപ്പോൾ തായ്ലൻഡിലായിരിക്കും. 2, ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട് ഓഫ് ജാപ്പനീസ് കമ്പനി 45,000 ഔട്ട് ഓഫ് വിച്ച് 50% റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ മൊത്തം 45,000 രൂപയാണ് ജാപ്പനീസ് ബോണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്. അതിൻ്റെ പകുതി കിട്ടിയത് ഇന്ത്യയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ 22,500 ഫസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യയാണ്. ഹോപ്പ് യു റിമെമ്പർ അക്രൂഡ് ആൻഡ് ഫസ്റ്റ് റിസീവ്ഡ് നമ്മൾ റെസിഡൻസി സ്റ്റാറ്റസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ 22,500 ആണ് പ്രൊപ്പോർഷനേറ്റ് ഇൻകം ടാക്സബിൾ ആവുന്നത്. സോ FD ഇൻട്രസ്റ്റ്, നോട്ട് FD, ബോണ്ട് എന്നുള്ള ഇൻട്രസ്റ്റ് ആണ് അല്ലേ. സോ IFOസിലാണ് വരിക. ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട് 22,500 ആയിരിക്കും ഇന്ത്യയിൽ ടാക്സബിൾ ആവുന്നത്. ദെൻ അടുത്ത് എന്താ നോക്കിയേ, ഇൻകം ഫ്രം ആപ്പിൾ ഓർക്കിഡ് ഇൻ നേപ്പാൾ given on contract and yearly contract fee 5 lakh for the 24-25 was deposited directly by the contractor in Kathmandu branch of Union Bank of India in Mr. Jagadish bank account maintained with the Union Bank of India Pune branch. ഇവനെ കാഠ്മണ്ഡു നേപ്പാളിൽ ഒരു ആപ്പിൾ ഓർക്കിഡ് പരിപാടിയുണ്ട്. ഒരു ആപ്പിൾ ഓർക്കിഡ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവനൊരു ആപ്പിൾ തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കോൺട്രാക്ടിന് കൊടുത്തിട്ടുണ്ട്. അവൻ അതിന് 5 ലക്ഷം രൂപ കിട്ടി. പക്ഷെ കിട്ടിയത് എവിടെയാ? കിട്ടിയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂനെ ബ്രാഞ്ചിലാണ് അല്ലേ. നോക്കിയേ, ഡെപ്പോസിറ്റഡ് ഡയറക്ട്ലി ബൈ ദ കോൺട്രാക്ടർ ഇൻ കാഠ്മണ്ഡു ബ്രാഞ്ച് ഓഫ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ മിസ്റ്റർ ജഗദീഷ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ വിത്ത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പൂനെ ബ്രാഞ്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാലേ, ഈ കോൺട്രാക്ടർ കാഠ്മണ്ഡു വെച്ചാൽ നേപ്പാളിലെ യൂണിയൻ ബാങ്കിൽ പോയി നമ്മുടെ ജഗദീഷിന്റെ പൂനെയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇൻകം ഫ്രം ആപ്പിൾ ഓർക്കിഡ് ഇൻ നേപ്പാൾ ഗിവൺ ഓൺ കോൺട്രാക്ട് ആൻഡ് ഇയർലി കോൺട്രാക്ട് ഫീ ഓഫ് 5 lakh ഫോർ financial year 24-25 was deposited directly by the contractor in Kathmandu branch of Union Bank of India in Mr. Jagadish bank account maintained with the Union Bank of India's Pune branch. കാഠ്മണ്ഡു യൂണിയൻ ബാങ്കിൽ പോയിട്ട് ഇവൻ ജഗദീഷിന്റെ പൂനെ ബ്രാഞ്ചിലുള്ള യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റെസിപ്റ്റ് എവിടെയാ? പൂനെയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന യൂണിയൻ ബാങ്കിന്റെ ബ്രാഞ്ചിൽ വരും. അവൻ എവിടുന്ന് ചെയ്തു എന്നല്ല, നമ്മുടെ ജഗദീഷിന് എവിടെ കിട്ടി എന്നുള്ളതാണ് ഫാക്ടർ. അതാണ് ഫസ്റ്റ് റെസിപ്റ്റ്. പെയർ എവിടെ വെച്ച് പേ ചെയ്യുന്നല്ല, റെസിപ്റ്റന്റ് എവിടെ വെച്ച് കിട്ടുന്നു. പെയർ കാഠ്മണ്ഡു ബ്രാഞ്ചിലെ UBI യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ UBIയിൽ പോയിട്ട് കാഠ്മണ്ഡു ബ്രാഞ്ചിൽ കൊണ്ട് ഇട്ടു. പക്ഷെ അവൻ ഇട്ടത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാ? ഇന്ത്യയിലുള്ള ബ്രാഞ്ചിലേക്കാണ്. സോ ടെക്നിക്കലി 5 ലക്ഷം ഫസ്റ്റ് റിസീവ് ചെയ്ത് ഇന്ത്യയിലാണ്, അത് ഇന്ത്യയിൽ ടാക്സബിളും ആണ്. സോ ആ 5 ലക്ഷം നമുക്ക് പറയാം ആപ്പിൾ ഓർക്കിഡ് കോൺട്രാക്ട് 5 ലക്ഷം ഫീസ് ഇന്ത്യയിൽ ടാക്സബിൾ ആവും. സോ ടെക്നിക്കലി IFOസിൽ എത്ര വരും? 5,22,500 വരും. അപ്പോൾ മൊത്തം ഇവന്റെ ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് ചോദിച്ചാൽ 1,47,000 പ്ലസ് 67,200 പ്ലസ് 5,22,500 മൂന്നും കൂടെ കൂട്ടുമ്പോൾ 7 lakh ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പറയണം? 7,36,700 വരും കേട്ടോ. 7,36,700 will be his total income taxable. ഇയാൾ നോൺ റെസിഡന്റ് ആയതുകൊണ്ട് 7,37,700 രൂപയാണ് ഇന്ത്യയിൽ ടാക്സബിൾ ആയി മാറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ 2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത് കൂടാതെ നമ്മുടെ വർക്ക് ബുക്ക് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് മാൻഡേറ്ററി ആയിട്ടും ഏത് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണം ഞാനൊന്ന് നോട്ട് ചെയ്ത് തരാം. സോ നോക്കിയേ, വർക്ക് ബുക്ക് പിങ്ക് ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ പേജ് നമ്പർ 102 ക്വസ്റ്റ്യൻ നമ്പർ 26, പേജ് നമ്പർ 98 ക്വസ്റ്റ്യൻ നമ്പർ 22, പേജ് നമ്പർ 96 ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻഡ് പേജ് നമ്പർ 92 ക്വസ്റ്റ്യൻ നമ്പർ 16. ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും ചെയ്യണം. ഇത്രയും ചെയ്താൽ ഈ ചാപ്റ്ററിന്റെ ഓവറോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും നമ്മൾ തിയറിയും പഠിച്ചു, അതിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ചെയ്ത് സെറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. അപ്കമിങ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ബാക്കിയുള്ള CMA ഇന്റർ ഒക്കെ ചെയ്യുന്ന കൊളീഗ്സുമായിട്ട് ഷെയർ ചെയ്യുക. ബിക്കോസ് ഷെയറിംഗ് ഇസ് ഓൾവേസ് കെയറിംഗ്. സോ ടേക്ക് കെയർ and see you on the next video, friends. Hello my dear ones, this is CA Jose Kurian and this video is to inform you about how to purchase our recorded lectures and textbooks from the website. Very simple, you log on to www.cajosekurian.com and in the website you scroll down and you can see all our books.
That is handbook multicolor for CA, CMA final as well as for inter. Then we have workbook, which contains past exam 30 plus question papers as well as RTPs. That is also for CA final, CMA final and CA as well as CMA inter. Now for the recorded lectures, you go up, take the website, then click on the classroom. And in the classroom, you can scroll down and you can see all the courses that we are offering. Select your course, make payment, and the course is all yours. It is instant access. Now, what are the courses that we are offering? We are offering CA Final English as well as Malayalam, CMA Final English as well as Malayalam, CA Inter English as well as Malayalam. Now, friends, what are you waiting for? Get your access today and unlock the pathway to your success. All the very best. Take care and bye-bye.